ഹലോ ഗൈസ്, വെൽക്കം ടു ഇന്ത്യസ് ഫസ്റ്റ് ആനിമേറ്റഡ് ലൈവ് ട്യൂഷൻ. സോ എന്തൊക്കെയാ മക്കളെ വിശേഷം? എല്ലാവർക്കും സുഖാണോ? ഞാൻ അന്ന് മുതൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ബ്രിഡ്ജ് മെറ്റീരിയൽ നമ്മൾ വീണ്ടും സെറ്റ് ആക്കുമെന്ന്. കാരണം നിങ്ങൾക്കറിയാം, ഡെസിമൽ ഫോംസ് എന്ന് പറയുന്ന ആ ചാപ്റ്റർ നമ്മൾ ബ്രിഡ്ജ് മെറ്റീരിയൽ ഡിസ്കസ് ചെയ്തതിൽ ഓണം എക്സാമിന് 8 മാർക്ക് അല്ലെങ്കിൽ 8-10 മാർക്കോളം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്രാവശ്യം നിങ്ങളോട് എന്ത് ചോദിക്കുന്നുണ്ട്? ബ്രിഡ്ജ് മെറ്റീരിയൽ ചോദിക്കുന്നുണ്ട്. ഏത് ചാപ്റ്റർ ആണ് നിങ്ങൾക്ക് അറിയാം? ഏതാണ് അത്? സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഓക്കെ, അതേതാണ്? സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. എടാ, ഒട്ടും സമയം കളയണ്ട. നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ സർക്കിൾ മെഷേഴ്സും അതുപോലെ തന്നെ പാർട്സ് ഓഫ് സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഡിസ്കസ് ചെയ്തതാ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം, സർക്കിൾസിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. സോ എല്ലാവരും റെഡിയാണ് ഞാൻ വിചാരിക്കുന്നു. യെസ്, എടാ നിങ്ങൾക്കറിയാം എന്താണ് സർക്കിൾ? യെസ്, ഇതാണ് സാറേ സർക്കിൾ. അതെ, ഇത് തന്നെയാണ് സാർ സർക്കിൾ. എടാ, ഈ സർക്കിളിന്റെ സെന്റർ നമുക്ക് എന്താ പറയാ? ഇതാണല്ലോ സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത്. ഈ സെന്ററിൽ നിന്നും സർക്കിളിലേക്ക് വരക്കുന്ന വരയാണല്ലോടാ എന്ത്? സാർ, അത് റേഡിയസാ. അതെ, അത് റേഡിയസ് ആണ്. ഇതാണ് നമുക്ക് പറയുന്നത് റേഡിയസ് ഓഫ് ദ സർക്കിൾ. ഓക്കെ, മറ്റൊരു കാര്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. യെസ്, എടാ, ഈ സർക്കിളിൽ സെന്ററിൽ നിന്നും ഞാൻ ഈ സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ ഇതെന്താവും എടാ? ഇതെന്താവും എടാ? യെസ്, ഇതാണ് സാറേ ഡയമീറ്റർ. അതെ, ഇതാണ് മക്കളെ ഡയമീറ്റർ എന്ന് പറയുന്നത്. അതും നിങ്ങൾ പഠിച്ചതാ അല്ലേ? മറ്റൊരു കാര്യം നിങ്ങൾക്കറിയാം. എടാ, അങ്ങനെയാണെങ്കിൽ മറ്റൊരു കാര്യം നിങ്ങൾക്കറിയാം. ഇതാ ഈ ഓറഞ്ച് കളറിലുള്ള നമ്മൾ എന്തായിരുന്നു, എന്തോ ഒരു പേര് വിളിക്കും. എന്താ? പെരിമീറ്റർ ഓഫ് എ സർക്കിൾ അല്ലെ, അഥവാ സർക്കംഫറൻസ് എന്ന് നിങ്ങൾ വിളിക്കും അല്ലെ. ഇതൊക്കെയാണ് നമ്മൾ സർക്കിൾ മെഷേഴ്സിലും അതുപോലെ തന്നെ പാർട്സ് ഓഫ് സർക്കിൾ എന്ന് പറയുന്ന ചാപ്റ്ററിലും പഠിച്ചത്. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ മക്കളെ, യെസ്, ഇതാണ് മക്കളെ സെന്റർ. റേഡിയസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ റേഡിയസിന്റെ ഡബിൾ അല്ലെ. ഞാനൊന്ന് നിങ്ങൾക്ക് അറിയാമല്ലോടാ, ഇതൊരു 5 സെന്റിമീറ്റർ ആണെങ്കിൽ ഞാൻ ഇങ്ങനെ വരച്ചാലും അതും എന്ത് തന്നെയായിരിക്കും? 5 സെന്റിമീറ്റർ ആയിരിക്കും. കാരണം എന്താ? എടാ, അത് സർക്കിളിന്റെ റേഡിയസ് അല്ലടാ അല്ലേ. അതുപോലെ തന്നെ മക്കളെ, ഞാൻ ഇവിടെ ഇതാ ഈ ഒരു ലൈൻ വരച്ചാലും അതും എന്ത് തന്നെയാ? സർക്കിളിന്റെ റേഡിയസ് തന്നെയാ. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്? എടാ, നിങ്ങൾ പുതിയൊരാളെ പഠിക്കാൻ പോവുകയാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഓൾറെഡി പഠിച്ചതാ. ഞാൻ ഈ സർക്കിളിന്റെ ഇവിടുന്ന് നിന്നും യെസ് അപ്പുറത്തെ സൈഡിലേക്ക് വരച്ചു കഴിഞ്ഞാൽ ഈ സർക്കിളിന്റെ 2 ഭാഗത്ത് ടച്ച് ചെയ്യുന്ന ലൈന് നമ്മളൊരു പേര് വിളിക്കും. ആ പേരാണ് മക്കളെ എന്ത്? കോഡ്. എന്താന്ന് പറയുന്നത്? യെസ്, എ ലൈൻ ജോയിനിങ് 2 points of a circle is called a chord. അതായത് ഞാനൊരു സർക്കിൾ വരച്ചു മക്കളെ. യെസ്, ഞാനൊരു സർക്കിൾ വരച്ചു. ഈ സർക്കിളിന്റെ 2 അറ്റത്ത് നിന്നും ഞാനൊരു ലൈൻ വരക്കുന്നത് എന്താ? അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോഡ് എന്ന് പറയുന്നത് അല്ലെ. അത് നമുക്ക് ഇങ്ങനെ വരക്കാം, ഇങ്ങനെ വരക്കാം, അതുപോലെ തന്നെ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് വരക്കാം അല്ലെ. ഏറ്റവും ലാർജസ്റ്റ് കോഡ് ഏതാന്ന് ചോദിച്ചാൽ അതാണ് മക്കളെ ഡയമീറ്റർ. എടാ, ഈ സർക്കിളിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യുന്ന അത് എന്ത് തന്നെയാണ്? അത് ഡയമീറ്റർ തന്നെയാണ്. അതുപോലെ തന്നെ ഏറ്റവും വലിയ കോഡുമാണ്. ഓക്കെ ഓക്കെ, അതുവരെ സെറ്റ് ആണ്. അപ്പൊ കോഡ് എന്താ നിങ്ങൾ പഠിച്ചേ? കോഡ് എന്താ നിങ്ങൾ പഠിച്ചേ? സർക്കിളിന്റെ 2 പോയിന്റിൽ നിന്നും yes, a line joining 2 points of a circle is called a chord. yes, അങ്ങനെയാണെങ്കിൽ മക്കളെ എന്താണ് നിങ്ങൾ പഠിക്കേണ്ടത്? യെസ്, എന്താണ് നിങ്ങൾ പഠിക്കേണ്ടത്? സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കറിയാം. എടാ, നിങ്ങൾക്കറിയാം എന്താ? The perpendicular bisector of any chord of a circle passes through its center. എന്താണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ? എടാ, പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അതെന്താ? 90 ഡിഗ്രി ആയിരിക്കും അല്ലെ. ഒരു ലൈന്റെ പെർപെൻഡിക്കുലർ എടുക്കാന്ന് പറഞ്ഞാൽ അതെന്താ? 90 ഡിഗ്രി ആയിരിക്കും. എടാ, ഞാനൊരു കോഡ് വരച്ചു മക്കളെ. യെസ്, ഈ കോഡിന്റെ പെർപെൻഡിക്കുലർ ലൈൻ വരച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? ആ കോഡൊക്കെ എന്ത് ചെയ്യും? യെസ്, കോഡിന്റെ പെർപെൻഡിക്കുലർ എടുത്താൽ അതൊക്കെ എന്ത് ചെയ്യും? സർക്കിളിന്റെ സെന്ററിലൂടെ പാസ്സാവും. ഓക്കെ, സർക്കിളിന്റെ സെന്ററിലൂടെ പാസ്സാവും. ഞാൻ വിളിക്കാം. യെസ്, സർക്കിളിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം മക്കളെ. യെസ്, ഞാനൊരു ലൈൻ വരച്ചു.
ഈ കോഡിന്റെ പെർപെൻഡിക്കുലർ ലൈൻ വരക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അത് ഏതിലൂടെ തന്നെയാ പാസ് ആവുന്നത്? സർക്കിളിന്റെ സെന്ററിലൂടെ. ഓക്കെ ഓക്കെ സോ പുതിയൊരു മക്കളെ ശ്രദ്ധിച്ച് കേട്ടോ, നിങ്ങൾ ഇത്ര മാത്രം ഈ ചാപ്റ്ററിൽ പഠിച്ചാൽ മതി. ദ പെർപെൻഡിക്കുലർ ഫ്രം ദ സെന്റർ ഓഫ് എ സർക്കിൾ ടു എ കോഡ് ബൈസെക്ട് ദ കോഡ്. അതായത് മക്കളെ എന്താ? ഒന്നുമില്ല. എടാ ശ്രദ്ധിച്ച് കേട്ടോ, നിങ്ങൾ ഇപ്പോൾ ഒരു സർക്കിൾ വരച്ചില്ലേ? ഓക്കെ, ഞാനിപ്പോ ഈ സർക്കിളിന്റെ സെന്ററിൽ നിന്നും ഞാൻ കോഡിലേക്ക് ഒരു ലൈൻ വരച്ചു. നമുക്ക് എന്ത് ചെയ്യാം? ഈ കോഡിന് മറ്റൊരു കളർ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ എ ബി എന്ന് പറയുന്ന മക്കളെ ശ്രദ്ധിച്ച് കേട്ടെ, എ ബി എന്ന് പറയുന്ന ഈ കോഡിനെ എന്ത് ചെയ്യും? രണ്ട് തുല്യ ഭാഗങ്ങളാക്കി മുറിക്കും. ബൈസെക്ട് ദ കോഡ്. എടാ ബൈസെക്ട് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് തുല്യ ഭാഗങ്ങളാക്കി മുറിക്കും. അതായത് ഇവിടെ നമുക്ക് പി എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. എടാ എ ബി എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ ആണെങ്കിൽ ഞാൻ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് ഞാൻ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചാൽ, കോഡിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചാൽ ആ കോഡ് എന്ത് ചെയ്യും? രണ്ട് തുല്യ ഭാഗങ്ങളാക്കി മുറിക്കും. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, അത് 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ എ പി എത്രയായിരിക്കും? എ പി എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ്. പി ബിയും എന്ത് തന്നെ ആയിരിക്കും? 6 സെന്റിമീറ്റർ. നിങ്ങൾ ഇത് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. എടാ ഞാനൊരു സർക്കിൾ വരച്ചു. ഓക്കെ, ഞാനൊരു സർക്കിൾ വരച്ചു. ആ സർക്കിളിന്റെ മക്കളെ ശ്രദ്ധിച്ചു കേട്ടോ. യെസ്, ആ സർക്കിളിന്റെ ഞാൻ ഇവിടെ ഒരു കോഡ് വരച്ചു. ഓക്കെ, ഞാൻ ഇവിടെ ഒരു കോഡ് വരച്ചു. എടാ ആ കോഡിന്റെ സെന്ററിൽ നിന്നും ഞാൻ ഒരു പെർപെൻഡിക്കുലർ ലൈൻ, ഓക്കെ, അഥവാ കോഡിന്റെ പെർപെൻഡിക്കുലർ ലൈൻ ആയിട്ട് ഞാൻ വരച്ചു. ഓക്കെ, ഇതിന് നമുക്ക് എന്ത് കൊടുക്കാം? പി ക്യൂ എന്ന് പറയുന്ന ഒരു കോഡാണ് നിങ്ങൾ വിചാരിക്കും. ഓക്കെ, ഇതിന് നമുക്ക് എം എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. നിങ്ങളോട് ചോദിക്കുന്നത്, എടാ പി ക്യൂ എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ ആണെങ്കിൽ പി എം എത്ര? നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, സർക്കിളിന്റെ സെന്ററിൽ നിന്നും കോഡിലേക്ക് വരക്കുന്നത് പെർപെൻഡിക്കുലർ ലൈൻ ആണെന്ന്. എടാ സർക്കിളിന്റെ സെന്ററിൽ നിന്നും കോഡിലേക്ക് വരക്കുന്നത് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ആ കോഡിനെ എന്ത് ചെയ്യും? ആ കോഡിനെ രണ്ട് തുല്യ ഭാഗങ്ങളാക്കി മുറിക്കും. അപ്പൊ കോഡിന്റെ ലെങ്ത് എത്രയാ? അത് 20 സെന്റിമീറ്റർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ പി എം എത്ര? എടാ പി എം എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ ക്യൂ എം എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? 10 സെന്റിമീറ്റർ അല്ലെ? പി എം എന്ന് പറഞ്ഞാൽ 10 സെന്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ ക്യൂ എം എന്ന് പറഞ്ഞാൽ അത് 10 സെന്റിമീറ്റർ. രണ്ട് തുല്യ ഭാഗങ്ങളാക്കി മുറിക്കും. ഈ സിമ്പിൾ അല്ലടാ? ഈസി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു തിയറം കൂടി നിങ്ങൾ പഠിക്കണം. എന്താ നമ്മൾ പഠിച്ചത്? സർക്കിളിന്റെ സെന്ററിൽ നിന്നും ഞാൻ കോഡിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു കഴിഞ്ഞാൽ മക്കൾ ഇതാ മറ്റൊരു കോഡ് ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കും. ഞാൻ സർക്കിളിന്റെ സെന്ററിൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു. യെസ്, ഓക്കെ, ഇതൊരു എന്താ വിചാരിക്കുന്നത്? യെസ്, എ ബി എന്ന് പറയുന്ന ഒരു ലൈൻ കോഡാന്ന് വിചാരിക്കും. ആ എ ബി നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എത്രയാ? ഒരു 16 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ മക്കളെ യെസ് എന്താ എ എസ്, ഇത് എസ് ആന്ന് വിചാരിക്കുക. ഈ സെന്റർ പോയിന്റ് എസ് ആന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എ എസ് എത്രയായിരിക്കും? അത് 8 സെന്റിമീറ്റർ ആയിരിക്കും. ഇതും 8 സെന്റിമീറ്റർ ആയിരിക്കും. ഇതും എന്ത് തന്നെ ആയിരിക്കും? 8 സെന്റിമീറ്റർ. ക്ലിയർ സെറ്റ് ആണല്ലോ? അങ്ങനെയാണെങ്കിൽ മക്കളെ യെസ്, ഒരു തിയറം കൂടി പഠിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ തിയറം. ഓക്കെ, ശ്രദ്ധിച്ചു കേട്ടോ. എടാ the chord at the same distance from the center are of the same length. അതായത് എടാ സർക്കിളിന്റെ സെന്ററിൽ നിന്നും ശ്രദ്ധിച്ചു കേട്ടെ, നിങ്ങൾക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നത്, സർക്കിളിന്റെ സെന്ററിൽ നിന്നും ഈ പെർപെൻഡിക്കുലർ സൈഡിലേക്ക് ശ്രദ്ധിച്ചു കേട്ടെ എല്ലാവരും. യെസ്, ഈ ഒരു പെർപെൻഡിക്കുലർ സൈഡില് എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കും. ഇത് നമുക്ക് O എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം, ഇത് M എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം, ഇത് AB എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. O M എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കും. നിങ്ങളോട് പറയുന്നു മക്കളെ യെസ്, ഇതും 3 സെന്റിമീറ്റർ ആണ് നിങ്ങൾ വിചാരിക്കും. നമുക്ക് പെർപെൻഡിക്കുലർ ലൈൻ വേണം. സോ അങ്ങനെയാണെങ്കിൽ മക്കളെ യെസ്, ഇതും 3 സെന്റിമീറ്റർ ആണ് നിങ്ങൾ വിചാരിക്കും. ഇതും 90 ഡിഗ്രി ആണ്. ഓക്കെ, യെസ്, വെയിറ്റ് മക്കളെ, വെയിറ്റ്. യെസ്, സോ ഇത് നമുക്ക് P എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഇത് നമുക്ക് QR എന്ന് പറഞ്ഞു കൊടുക്കാം. എടാ നിങ്ങൾക്ക് OP എന്ന് പറയുന്നതും 3 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കും.
ശ്രദ്ധിച്ച് കേട്ടോ, ഒന്നുമില്ല, എളുപ്പമാണ്. ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. എടാ, സർക്കിളിന്റെ സെന്ററിൽ നിന്ന് കോഡിലേക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ ആ കോഡിന്റെ ലെങ്ത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മക്കൾ ശ്രദ്ധിച്ച് കേട്ടെ. എടാ, ഈ OM എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ്, OP എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് AB തരും. എന്ത് തരും? AB എന്ന് പറയുന്നത് ഒരു എത്ര സെന്റിമീറ്റർ ആണ് നിങ്ങൾ പറഞ്ഞോ? AB എന്ന് പറയുന്നത് ഒരു 13 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ QR എത്ര? QR എത്രയായിരിക്കും? അതും 30 സെന്റിമീറ്റർ ആയിരിക്കും. കാരണം എന്താ? എടാ, സർക്കിളിന്റെ സെന്ററിൽ നിന്നും കോഡിലേക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ ആ രണ്ട് കോഡും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, ആ രണ്ട് കോഡും എന്തായിരിക്കും? സെയിം ആയിരിക്കും. മറ്റൊരു എക്സാമ്പിൾ കൂടി ഞാൻ പറഞ്ഞുതരാം. എടാ, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 5 സെന്റിമീറ്റർ ആണ്, ഇവിടുന്ന് ഇങ്ങോട്ടേക്കും 5 സെന്റിമീറ്റർ ആണ് നിങ്ങൾ വിചാരിക്കും. ഓക്കെ, സർക്കിളിന്റെ സെന്ററിൽ നിന്നും കോഡിലേക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ കോഡിന്റെ അളവ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കും, ഒരു 10 സെന്റിമീറ്റർ തന്നെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ PQ എന്ന് പറയുന്നതും എന്ത് തന്നെയായിരിക്കും? 10 സെന്റിമീറ്റർ തന്നെയായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ രണ്ട് തിയറം നിങ്ങൾ പഠിച്ചു. എന്താ പഠിച്ചത്? ആദ്യത്തെ തിയറം എന്താ? സർക്കിളിന്റെ സെന്ററിൽ നിന്നും നിങ്ങൾ ഒരു പെർപെൻഡിക്കുലർ ലൈൻ നിങ്ങളുടെ കോഡിലേക്ക് വരച്ചാൽ ആ കോഡ് എന്ത് ചെയ്യും? രണ്ട് തുല്യ ഭാഗങ്ങളാക്കി മുറിക്കും. ഒന്നാമത്തെ തിയറം. രണ്ടാമത് നിങ്ങൾ എന്ത് പഠിച്ചത്? നിങ്ങൾ എന്താ പഠിച്ചത്? സർക്കിളിന്റെ സെന്ററിൽ നിന്നും ഞാൻ കോഡിലേക്ക് സെയിം ലെങ്ത് ആണെങ്കിൽ, മക്കളെ ശ്രദ്ധിച്ച് കേട്ടോ, സർക്കിളിന്റെ സെന്ററിൽ നിന്നും ഞാൻ കോഡിലേക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ ആ രണ്ട് കോഡിന്റെയും ലെങ്ത് എന്ത് തന്നെയായിരിക്കും? സെയിം തന്നെ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ മക്കളെ നമുക്ക് ഇനി ഒട്ടും സമയം കളയണ്ട. ആദ്യത്തെ ക്വസ്റ്റ്യൻ, യെസ്, ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇൻ ദ ഫിഗർ AB is the chord of the circle with the center O. AB with എന്താ? ഒരു സർക്കിൾ ഉണ്ട്, അതുപോലെ തന്നെ ഒരു കോഡ് ഉണ്ട്, അതിന്റെ സെന്റർ എന്താണ്? O. Then OP is perpendicular to AB. എന്താ? OP എന്ന് പറയുന്ന ലൈൻ എന്താ? AB ക്ക് പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെയാണെങ്കിൽ if AB എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ്. എടാ, AB എന്ന് പറയുന്നത് ഇതാണല്ലോ. യെസ്, ഈ AB നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അത് 6 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് BP. അങ്ങനെയാണെങ്കിൽ BP എത്ര? എടാ, പെർപെൻഡിക്കുലർ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം OP is perpendicular to AB ആണ് നിങ്ങൾക്ക് അറിയാം. ഇത് 90 ഡിഗ്രി ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ മക്കളെ രണ്ട് തുല്യ ഭാഗങ്ങളാക്കി മുറിക്കും അല്ലെ. AP എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആയിരിക്കും, PB എന്ന് പറയുന്നത് എന്ത് തന്നെ ആയിരിക്കും? 3 സെന്റിമീറ്റർ തന്നെയായിരിക്കും. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയല്ലോ. BP എത്രയായിരിക്കും മക്കളെ? 3 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ ഡിസ്റ്റൻസ് ഫ്രം O ടു കോഡ് AB ഈസ് 4 സെന്റിമീറ്റർ. ഓയിൽ നിന്നും കോഡ് AB യിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാ? 4 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. മക്കളെ ശ്രദ്ധിച്ച് കേട്ടെ. യെസ്, മക്കളെ ശ്രദ്ധിച്ച് കേട്ടെ. യെസ്, അതായത് നിങ്ങളോട് എന്താ പറയുന്നത്? ഓയിൽ നിന്നും P വരെയുള്ള ഡിസ്റ്റൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എത്രയാ? അത് 4 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. എത്ര തന്നിട്ടുണ്ട്? 4 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. എടാ, ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. മക്കളെ നിങ്ങൾ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. നിങ്ങളൊന്ന് ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. എടാ, AP നിങ്ങൾക്ക് 3 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ OP നിങ്ങൾക്ക് 4 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് എന്താ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. ഈ സർക്കിളിന്റെ റേഡിയസ് എത്ര? നിങ്ങൾക്കറിയാം, ഞാൻ ഈ ഒരു O എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് ഇവിടെ എടുക്കാം മക്കളെ. യെസ്, ഇത് നിങ്ങൾക്ക് 3 ആണ് കിട്ടിയിട്ടുണ്ട്, ഇത് നിങ്ങൾക്ക് 4 ആണ് കിട്ടിയിട്ടുണ്ട്. നിങ്ങളോട് സർക്കിളിന്റെ റേഡിയസ് ആണല്ലോ ചോദിക്കുന്നത്. നിങ്ങൾക്കറിയാം, എടാ ഞാൻ ഈ ഒരു ലെങ്ത് അല്ലടാ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഈ OA എന്ന് പറയുന്നതല്ലടാ കാണേണ്ടത്. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയിരിക്കുമല്ലോ. യെസ്, സോ ആൻസർ നിങ്ങൾ കണ്ടെത്തിക്കോ. കൺസിഡർ ട്രയാംഗിൾ OAP. OAP എന്ന് പറയുന്ന ഒരു ട്രയാംഗിൾ നിങ്ങൾ കൺസിഡർ ചെയ്യുക. നിങ്ങൾക്കറിയാം ഇവിടെ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആണ്. എപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആരാണടാ? ഹൈപ്പോട്ടനസ് ആണ്. ഹൈപ്പോട്ടനസ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഏറ്റവും വലിയ സൈഡ് ആണ്. സോ ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇവിടെ ഹൈപ്പോട്ടനസ് എന്താണ്? അത് OP സ്ക്വയർ ആണ് സാറേ. സാർ ഇവിടെ ബേസ് എന്താണ്? ഇവിടെ ബേസ് എന്താ? അത് 3 സ്ക്വയർ ആണ്. ഓൾട്ടിറ്റ്യൂഡ് എന്താ? അത് 4 സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കറിയാം 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 into 3 അത് 9 ആണ്. 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 4 into 4 അത് എത്രയാ? 16 ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ OP സ്ക്വയർ ഈസ് ഈക്വൽ ടു 25. So OP is equal to
√25 അല്ലെ? ഈ സ്ക്വയർ ഈക്വൽ ടു സൈൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്താ? റൂട്ട് ആവും. സോ √25 എന്ന് പറഞ്ഞാൽ എത്രയാടാ? അത് 5 ആണ്. സോ റേഡിയസ് ഓഫ് ദ സർക്കിളും നിങ്ങൾക്ക് കിട്ടി. എടാ ഇതല്ലടാ റേഡിയസ്. അപ്പൊ റേഡിയസ് എത്ര കിട്ടി നിങ്ങൾക്ക്? അത് 5 ആണെന്ന് കിട്ടി. ക്ലിയർ? സോ റേഡിയസ് ഓഫ് ദ സർക്കിൾ എന്താ മക്കളെ? യെസ്. സോ റേഡിയസ് ഓഫ് ദ സർക്കിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടി 5 സെന്റിമീറ്റർ ആണ് കിട്ടി. ഇതൊരു ക്ലിയർ ആണ്? ഇതുവരെ സെറ്റ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒട്ടും സമയം കളയണ്ട. അടുത്ത ക്വസ്റ്റ്യൻ ഈസി പീസി ക്വസ്റ്റ്യൻ ആണ്. സോ മക്കളെ ഇതിൽ എന്തായാലും രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കും, ഉറപ്പാണ്. ഇൻ ദ ഫിഗർ O is the center of the circle. O എന്ന് പറയുന്നത് സർക്കിളിന്റെ സെന്റർ. അത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് എന്തൊക്കെ പറയുന്നുണ്ട്? AB and CD are two chords of the circle. AB എന്ന് പറയുന്നതും CD എന്ന് പറയുന്നതും സർക്കിളിന്റെ രണ്ട് കോഡാണ്. ഓക്കെ, സർക്കിളിന്റെ രണ്ട് കോഡാണ്. ഓക്കെ സാർ, അങ്ങനെയാണെങ്കിൽ AB നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അത് 10 സെന്റിമീറ്റർ ആണ്. മക്കളെ ഇത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, എത്ര തന്നിട്ടുണ്ട്? അത് AB എന്ന് പറയുന്നത് എത്ര തന്നിട്ടുണ്ട്? അത് 10 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഇനി എന്താ പറയുന്നത്? എടാ OP യും OQ യും ഈക്വൽ ആണ്. സാർ OP എന്ന് പറയുന്നത് ഇതാണല്ലോ, ഈ OP എന്ന് പറയുന്നതും ഈ OQ എന്ന് പറയുന്നത് ഇതാണല്ലോടാ P എന്ന് പറയുന്നത്, ഇതാണല്ലോ Q എന്ന് പറയുന്നത്. സർക്കിളിന്റെ സെന്ററിൽ നിന്നും, മക്കളെ ശ്രദ്ധിച്ചു കേട്ടോ, സർക്കിളിന്റെ സെന്ററിൽ നിന്നും ഈ കോണിലേക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആണെന്ന് പറഞ്ഞത് അല്ലെ? OP ഈക്വൽ ടു OQ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് CD? എടാ ഈ CD എന്ന് പറയുന്ന ഈ കോഡിന്റെ അളവ് എത്രയായിരിക്കും? കണ്ണും പൂട്ടി പറയാം. നമ്മൾ രണ്ടാമത് പഠിച്ചൊരു തിയറം ഉണ്ട് ഗായ്സ്. എന്താ? സർക്കിളിന്റെ സെന്ററിൽ നിന്നും ഞാൻ കോഡിലേക്ക് വരയ്ക്കുന്ന ലൈൻ ഈക്വൽ ആണെങ്കിൽ ആ കോഡും എന്ത് തന്നെയായിരിക്കും? കോഡും ഈക്വൽ ആയിരിക്കും അല്ലെ? എടാ OP OQ ഈക്വൽ ആണ്. നിങ്ങൾക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ആര് തന്നിട്ടുണ്ട്? AB തന്നിട്ടുണ്ട് അല്ലെ? AB എന്ന് പറയുന്നത് എത്രയാ? 10 സെന്റിമീറ്റർ ആണ്. എടാ AB 10 സെന്റിമീറ്റർ ആണെങ്കിൽ CD എന്ത് തന്നെ ആയിരിക്കും? സാർ അതും 10 സെന്റിമീറ്റർ തന്നെയായിരിക്കും. കാരണം എന്താ? സർക്കിളിന്റെ സെന്ററിൽ നിന്നും കോഡിലേക്കുള്ള ഡിസ്റ്റൻസ് സെയിം. അപ്പൊ AB 10 സെന്റിമീറ്റർ ആണെങ്കിൽ CD എന്തായിരിക്കും? 10 സെന്റിമീറ്റർ തന്നെയായിരിക്കും. റൈറ്റ് ദ ലെങ്ത് ഓഫ് CQ. അങ്ങനെയാണെങ്കിൽ CQ എത്ര? എടാ CQ എത്രയായിരിക്കും? ഈ CD ടോട്ടൽ ആണല്ലേ 10 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ CQ എത്രയായിരിക്കും? അത് 5 ആയിരിക്കും, ഇത് 5 ആയിരിക്കും. കാരണം നിങ്ങൾക്ക് അറിയാം, സർക്കിളിന്റെ സെന്ററിൽ നിന്നും ഞാൻ സർക്കിളിലേക്ക് വരക്കുന്ന വര എന്ത് ചെയ്യും? യെസ്, ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചാൽ എന്ത് ചെയ്യും? അതിന് 2 തുല്യ ഭാഗങ്ങളാക്കി മുറിക്കും അല്ലേ? അതിന് 2 തുല്യ ഭാഗങ്ങളാക്കി മുറിക്കും. അപ്പൊ CQ എത്രയായിരിക്കും? അത് 5 സെന്റിമീറ്റർ ആയിരിക്കും. CD എത്രയായിരിക്കും? അത് 10 സെന്റിമീറ്റർ ആയിരിക്കും. ഒന്നുമില്ല, എളുപ്പമാണ് അല്ലെ? സർക്കിളിന്റെ സെന്ററിൽ നിന്നും കോഡിലേക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ ആ 2 കോഡും സെയിം ആണ്. സർക്കിളിന്റെ സെന്ററിൽ നിന്ന് ഞാൻ കോഡിലേക്ക് ഒരു വര വരച്ചാൽ ആ കോഡിനെ എന്ത് ചെയ്യും? 2 തുല്യ ഭാഗങ്ങളാക്കി മുറിക്കും. ഇത്ര മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കളെ നമുക്ക് ഒട്ടും സമയം കളയണ്ട, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടിപൊളി ക്വസ്റ്റ്യൻ, ഇതാ എളുപ്പമാണ്. ഈ 2 തിയറി നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഈസി ആയിരിക്കും. ഇൻ ദ ഫിഗർ, ഫിഗർ തന്നിട്ട് പോന്നോട്ടെ. ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ സെന്റേർഡ് അറ്റ് O ഈസ് 5 സെന്റിമീറ്റർ. നിങ്ങൾക്ക് സർക്കിളിന്റെ സെന്റർ, നിങ്ങൾക്ക് റേഡിയസ് തന്നിട്ടുണ്ട്, അത് എത്രയാ? OA തന്നിട്ടുണ്ട്, അത് 5 സെന്റിമീറ്റർ ആണ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഓക്കെ സാർ, ഇനി AB നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, എത്രയാ? AB എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ ആണ് നിങ്ങളോട് പറയുന്നുണ്ട്. സാർ AB എവിടെ സാർ? ഇതാണ് സാർ AB എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, 10 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഇനി എന്താ ക്വസ്റ്റ്യൻ? OM is perpendicular to AB. ഈ OM എന്ന് പറയുന്ന ലൈൻ, മക്കളെ ഈ OM എന്ന് പറയുന്ന ലൈൻ എന്താ? ABക്ക് പെർപെൻഡിക്കുലർ ആണെന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് AM. എളുപ്പല്ലടാ. എടാ AM എന്ന് പറയുന്നത് ഇതല്ലേ? AM എന്ന് പറയുന്നത് ഇതല്ലേ AM? ഇത് ടോട്ടൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, 10 സെന്റിമീറ്റർ ആണ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ AM എന്തായിരിക്കും? AM എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആയിരിക്കും അല്ലെ? യെസ്, അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞു. AM എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും മക്കളെ? 5 സെന്റിമീറ്റർ ആയിരിക്കും. BM എന്ന് പറഞ്ഞാലും 5 സെന്റിമീറ്റർ. സോ AM എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ. നിങ്ങൾ സെറ്റ്, അടിപൊളി. സോ അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് OM.
നിങ്ങളോട് ചോദിക്കുന്നത് ഒ എം എന്ന് പറയുന്നത് ഏതാ? ഇതാണല്ലടാ ഒ എം എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. അത് കാണാനാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ ചെയ്യാം. സോ മക്കളെ നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലെ? യെസ്. വെയിറ്റ് നിങ്ങൾക്ക് ഇവിടെ എ ബി എന്താ തന്നിരിക്കുന്നത്? എ ബി എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ ആണ് അല്ലെ? എ ബി എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ ആ. അങ്ങനെയാണെങ്കിൽ എ എം എന്തായിരിക്കും? എ എം എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആയിരിക്കും. ബി എം എന്ന് പറയുന്നത് എന്തായിരിക്കും? 4 സെന്റിമീറ്റർ ആയിരിക്കും. കാരണം എന്താ? ക്വസ്റ്റ്യനിൽ 8 തന്നത്, 10 അല്ല. സോ എ ബി 8 സെന്റിമീറ്റർ ആണെങ്കിൽ അതിനെ 2 തുല്യ ഭാഗങ്ങളാക്കി മുറിക്കും. അപ്പൊ എ എം എന്താ? 4 ആണ്. ബി എം എന്താ? 4 ആണ്. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ഒ എം. അങ്ങനെയാണെങ്കിൽ ഒ എം എത്ര നമുക്ക് കണ്ടെത്താം. യെസ്, നിങ്ങൾക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലെ? ഇത് 4 ആണ് തന്നിട്ടുണ്ട് അല്ലെ? ഇതും 4 ആണ് തന്നിട്ടുണ്ട്. നിങ്ങളോട് ചോദിക്കുന്നത് ഒ എം ആണ്. ഈസി അല്ലടാ? ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണല്ലോ. ഇതിൽ എന്താ തരാത്തത്? യെസ്, കൺസിഡർ. ഏത് ട്രയാംഗിൾ കൺസിഡർ ചെയ്യണം? യെസ്, ഒ എ എം കൺസിഡർ ചെയ്യുന്നു. ഇതിൽ എന്താ തരാത്തത്? ഇത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ് അല്ലെ? സോ നിങ്ങൾക്ക് പറയാം യെസ്, ഇവിടെ നിങ്ങൾക്ക് തരാത്തത് എന്താ? ഓൾട്ടിറ്റ്യൂഡ് ആണ്. സോ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു യെസ് ഹൈപ്പോട്ടനസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. എടാ ഇവിടെ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഒ എം ആണല്ലോ. സോ ഒ എം സ്ക്വയർ ഈസ് ഈക്വൽ ടു എടാ ഹൈപ്പോട്ടനസ് എന്ന് പറഞ്ഞാൽ എന്താ? അത് 5. യെസ്, പറയൂ. അത് 5 സ്ക്വയർ ആണ്. ബേസ് എന്ന് പറഞ്ഞാൽ അത് 4 സ്ക്വയർ. യെസ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾട്ടിറ്റ്യൂഡ് കാണാമല്ലോ. എടാ 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് 25 ആണ്. 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് 16 ആണ്. അങ്ങനെയാണെങ്കിൽ ഒ എം സ്ക്വയർ ഈസ് ഈക്വൽ ടു 9. സോ ഒ എം ഈസ് ഈക്വൽ ടു √9 എന്ന് പറഞ്ഞാൽ അത് എത്രയാ മക്കളെ? 3 ആണ്. നിങ്ങൾക്ക് ഒ എമ്മും കിട്ടി. എത്രയാ? അത് 3 സെന്റിമീറ്റർ. മക്കളെ ശ്രദ്ധിച്ചു കേട്ടോ. കാൽക്കുലേറ്റ് ഒ എം എന്ന് പറഞ്ഞാൽ അത് എത്രയാണ് മക്കളെ? അത് 3 സെന്റിമീറ്റർ അല്ലേ? അതുപോലെ തന്നെ എ എം എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? അത് 4 സെന്റിമീറ്റർ. ഇത് സെറ്റ് ആണല്ലോടാ? ഇത് സെറ്റ് ആണല്ലോ. എല്ലാവർക്കും സെറ്റ് ആണല്ലോ. ഇതിലൊന്നുമില്ല മക്കളെ. ഞാൻ എ ബി നിങ്ങൾക്ക് 8 സെന്റിമീറ്റർ തന്നാൽ അതിനെ 2 തുല്യ ഭാഗങ്ങളാക്കി മുറിക്കും. അപ്പൊ 4, ഇത് 4. എപ്പോൾ? സർക്കിളിന്റെ സെന്ററിൽ നിന്നും ഞാൻ കോഡിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ. ക്ലിയർ? സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ചെയ്യാം. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യന്റെ വലുപ്പം നിങ്ങൾ നോക്കണ്ട. ഇതിലൊന്നും പറയുന്നില്ല. സോ മക്കളെ ശ്രദ്ധിച്ചു കേട്ടോ. ഇൻ ദ ഫിഗർ O is the common center of the both circle. O എന്ന് പറയുന്നത് 2 സർക്കിളിന്റെയും കോമൺ ആയിട്ട് സെന്ററിലുള്ള ഒരാളാണ്. The chord AB of the large circle intersect the small circle at C and D. The lines CD and OP are mutually perpendicular. യെസ്, എന്താ? യെസ്, സി ഡി എന്ന് പറയുന്നതും അതുപോലെ തന്നെ മക്കളെ ഒ പി എന്ന് പറയുന്നത് എന്താ? മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എടാ എ ബി നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 10 സെന്റിമീറ്റർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സി ഡി നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 6 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് സി പി? എടാ നിങ്ങൾക്ക് ഇവിടെ സി ഡി തന്നിട്ടുണ്ട് അല്ലെ? ഇതാ ഇത് സി ഡി. ശ്രദ്ധിച്ചു കേട്ടെ, എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടെ. എടാ ഈ സി ഡി എന്ന് പറയുന്ന ലെങ്ത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എത്ര തന്നിട്ടുണ്ട്? എല്ലാവരും പറഞ്ഞേ. ഈ സി ഡി നിങ്ങൾക്ക് എത്ര തന്നിട്ടുണ്ട്? സി ഡി എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ തന്നിട്ടുണ്ട് അല്ലെ? സി ഡി എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. യെസ്, സി ഡി എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണെങ്കിൽ സി പി എത്രയായിരിക്കും? എടാ സി ഡി എന്ന് പറയുന്നത് ആ ചെറിയ സർക്കിളിന്റെ കോഡാണല്ലോ. അങ്ങനെയാണെങ്കിൽ സി പി എത്രയായിരിക്കും? സി പി എന്ന് പറയുന്നത് സി പി എത്രയായിരിക്കും? 3 സെന്റിമീറ്റർ. കാരണം എന്താ? ഇതും 3 സെന്റിമീറ്റർ ആയിരിക്കും. എന്താ? പി ഡി എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? 3 സെന്റിമീറ്റർ തന്നെയായിരിക്കും. കാരണം എന്താ? ആ സർക്കിളിന്റെ സെന്ററിലല്ലോ ഞാൻ കോഡിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ലൈൻ ആണ് വരച്ചത്. സോ എന്ത് ചെയ്യും? ആ കോഡിനെ 2 തുല്യ ഭാഗങ്ങളാക്കി മുറിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ആണ് മക്കളെ, അടിപൊളി ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് എ സി ആൻഡ് ഡി ബി. നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി എ ബി തന്നിട്ടുണ്ട് അല്ലെ? എടാ നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ, എ ബി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. എത്രയാ? അത് 10 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ശ്രദ്ധിച്ചു കേട്ടെ. എടാ ഈ വലിയ സർക്കിളിന്റെ കോഡല്ലേ എ ബി? ഈ വലിയ സർക്കിളിന്റെ കോഡാണല്ലോ എ ബി. 2 പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? എടാ ഈ വലിയ സർക്കിളിന്റെ കോഡാണ് എ ബി. അതിന് നിങ്ങൾക്ക് എ ബി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ശ്രദ്ധിച്ചു കേട്ടെ, എ ബി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എത്രയാ? 10 സെന്റിമീറ്റർ ആണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ മക്കളെ എത്രയാടാ എ പി എന്ന് പറയുന്നല്ലേ? എത്രയായിരിക്കും എ പി? എന്താ?
കോഡിനെ 2 തുല്യ ഭാഗങ്ങളാക്കി മുറിക്കും അല്ലെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കറിയാം എ പി എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ പി ബി അല്ലെ, ഈ പി ബി എന്ന് പറയുന്ന ലൈൻ എന്ത് തന്നെയായിരിക്കും, 5 സെന്റിമീറ്റർ തന്നെയായിരിക്കും. 2 തുല്യ ഭാഗങ്ങളാക്കി മുറിക്കും. പക്ഷെ നിങ്ങളോട് ചോദിച്ചത് എന്താ, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് എ സി. എ സി എന്ന് പറയും ഇത് എത്ര എന്നാണ് നിങ്ങളോട് ചോദ്യം. മക്കളെ ഇതാ ഞാൻ മറ്റൊരു കളറിൽ കാണിച്ചു തരാം. യെസ്, ഇതെത്ര എന്നാണ് ക്വസ്റ്റ്യൻ. എ സി എത്ര, അതുപോലെ തന്നെ ഡി ബി എത്ര. എളുപ്പല്ലടാ. എടാ ഞാനൊന്ന് ചോദിക്കട്ടെ, എ പി നിങ്ങൾക്ക് 5 സെന്റിമീറ്റർ ആണ് ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലേ. എടാ എ പി എന്ന് ഇത് ടോട്ടൽ 5 സെന്റിമീറ്റർ ആണ്. ഈ റെഡ് കളറിൽ വരച്ച എ പി എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ എ സി എത്രയാ, നിങ്ങൾക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. സി പി എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ എ സി എത്രയായിരിക്കും? എടാ എ പി ടോട്ടൽ 5 സെന്റിമീറ്റർ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എടാ എ സി കാണാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എടാ ടോട്ടൽ എ പിയിൽ നിന്നും സി പി കുറച്ചാ പോരെ. ഇത് 3 ആണെങ്കിൽ ഇത് എന്തായാലും എന്തായിരിക്കും, 2 സെന്റിമീറ്റർ ആയിരിക്കും. അത് നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടിയത്? ടോട്ടൽ അഥവാ എ പി എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ. ആ 5ൽ നിന്നും 3 കുറച്ചാൽ നിങ്ങൾക്ക് ഇത് എന്ത് കിട്ടും, 2 സെന്റിമീറ്റർ ആണ് കിട്ടും അല്ലേ. എ സി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടിയത്? എ പിയിൽ നിന്നും പി സി കുറച്ചു. എ പി എന്ന് പറയുന്നത് 5 ആണ്, പി സി എന്ന് പറയുന്നത് എത്രയാ മക്കളെ അല്ലെ. എ പി ടോട്ടൽ എത്ര 5 ആണെന്ന് നിങ്ങൾക്ക് അറിയാം, ഇവിടെ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സി പി അഥവാ പി സി എന്ന് പറയുന്നത് 3 ആണ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആൻസർ എത്രയാ, അത് 2 ആ. അപ്പൊ നിങ്ങൾക്ക് എ സി 2 ആണ് കിട്ടി. എടാ അതേപോലെ തന്നെ നമുക്ക് ഇപ്പോഴും ഡി ബി കാണാമല്ലോ. ഈ ഡി ബി കാണണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പി ബി. എടാ ഈ എല്ലാവരും നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ ടോട്ടൽ എന്ത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, എത്രയാ, പി ബി എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഇവിടുന്ന് ഇത്ര വരെ 3 സെന്റിമീറ്റർ ആണ് നിങ്ങൾക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ ഡി ബി എത്രയായിരിക്കും, 2 സെന്റിമീറ്റർ. എളുപ്പം സാർ അതെങ്ങനെ കിട്ടിയത്? പി ബി എന്ന് പറയുന്നത് ടോട്ടൽ 5 ആണല്ലോ, ഇവിടുന്ന് ഇത്ര വരെ 2ഉം. അപ്പൊ 5ൽ നിന്നും 3 കുറച്ചാൽ ആൻസർ എത്രയാ, അത് 2 സെന്റിമീറ്റർ. സോ നിങ്ങളോട് എന്തൊക്കെയാ ചോദിച്ചത്, എ സിയും ഡി ബിയും എത്ര. സോ നിങ്ങൾ കണ്ണും പൂട്ടി എഴുതാ മക്കളെ. എ സി എന്ന് പറയുന്നത് എത്രയായിരിക്കും മക്കളെ, എ സി എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഡി ബി എന്ന് പറയുന്നത് എത്ര നിങ്ങൾക്ക് കിട്ടി, അത് 2 സെന്റിമീറ്റർ ആണ് കിട്ടി. എളുപ്പല്ലേ. എടാ ഞാൻ ഇത് ക്ലിയർ ആയിട്ട് പറയാൻ കാരണം നിങ്ങൾക്ക് അടുത്തത് നിങ്ങൾക്ക് പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ്, ഈ ഭാഗത്തു നിന്ന് ഒരു പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ് മിക്കവാറും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വിട്ടുകൊടുക്കരുത് എന്റെ മക്കള്, വിട്ടുകൊടുക്കരുത്. കൃത്യമായിട്ട് എഴുതി കൊടുക്കണം. എടാ ഇവിടെ നിങ്ങൾക്ക് എ സിയും ഡി ബിയും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ട് കിട്ടിയല്ലേ, കിട്ടിയല്ലോ. കാരണം എന്താ, എ പിയിൽ നിന്നും പി സി കുറച്ചാൽ നിങ്ങൾക്ക് 2 സെന്റിമീറ്റർ കിട്ടും, പി ബിയിൽ നിന്നും പി ഡി കുറച്ചാൽ നിങ്ങൾക്ക് 2 സെന്റിമീറ്റർ കിട്ടും. അങ്ങനെയാണെങ്കിൽ മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. യെസ്, എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചേ, പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യാം ശ്രദ്ധിച്ച് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ ഫിഗർ, ഓക്കെ, ഇൻ ദ ഫിഗർ O is the center of the circle. O എന്ന് പറയുന്നത് സർക്കിളിന്റെ സെന്റർ. O എന്ന് പറയുന്നത് സർക്കിളിന്റെ സെന്റർ. OP is perpendicular to AB. OP എന്ന് പറയുന്നത് AB ക്ക് പെർപെൻഡിക്കുലർ ആണ്. എടാ PD എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ മാത്രമേ നിങ്ങൾക്ക് തന്നിട്ടുള്ളൂ. മക്കളെ ശ്രദ്ധിച്ച് കേട്ടെ, PD നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അത് 8 ആണ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ CP എത്ര? എടാ ഇത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്, നിങ്ങൾക്ക് പെർപെൻഡിക്കുലർ ആണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ പി ഡി എന്ന് പറയുന്നത് മക്കളെ ശ്രദ്ധിച്ച് കേട്ടോ, ഇത് 8 സെന്റിമീറ്റർ ആണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് എന്തായിരിക്കും, 8 സെന്റിമീറ്റർ തന്നെ ആയിരിക്കും അല്ലെ. സോ നിങ്ങൾക്ക് അത് കിട്ടി, 8 സെന്റിമീറ്റർ ആണ് കിട്ടി. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ചോദിക്കുന്നത് എന്താ, പ്രൂവ് ദാറ്റ് എ സി ഈസ് ഈക്വൽ ടു ഡി ബി. എ സിയും ഡി ബിയും ഈക്വൽ ആണ്. നിങ്ങളോട് പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. മക്കളെ ശ്രദ്ധിച്ച് കേട്ടോ, പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ വളരെ സിമ്പിൾ ആണ്. ശ്രദ്ധിച്ചു കേട്ടോ, ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, മക്കളെ ശ്രദ്ധിച്ചു കേട്ടോ, O is perpendicular, okay, O is perpendicular to AB. O എന്ന് പറയുന്നത് എ ബിക്ക് പെർപെൻഡിക്കുലർ. ശ്രദ്ധിച്ചു കേട്ടെ, ഈ O എന്ന് പറയുന്ന ലൈന് എന്താ, എ ബിക്ക് പെർപെൻഡിക്കുലർ. ഇങ്ങനെ പെർപെൻഡിക്കുലർ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം എന്ത് ചെയ്യും, അതിനെ ബൈസെക്ട് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് എന്ത് പറയാം, എ പി എന്ന് പറയുന്നത് ഏതിന് ഈക്വൽ ആയിരിക്കും, യെസ് പി ബിക്ക് ഈക്വൽ ആയിരിക്കും അല്ലേ. എടാ എ പി എന്ന് പറയുന്നത് ഏതിന് ഈക്വൽ ആയിരിക്കും, പി ബിക്ക് ഈക്വൽ ആയിരിക്കുമല്ലോ. ഇതാണല്ലോ പി, ഇതാണല്ലോ എ, ഇതാണല്ലോ ബി. രണ്ടാമത് നിങ്ങൾ പറയേണ്ടത് O is the perpendicular to CD. എടാ O എന്ന് പറയുന്നത് സി ഡിക്ക് പെർപെൻഡിക്കുലർ ആണെങ്കിൽ, ഓക്കെ, സി ഡി എന്ന് പറഞ്ഞാൽ ഇതാണ് സി, ഇത് ഡി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം, സി പിയും പി ബിയും ഈക്വൽ ആണ് അല്ലേ. എടാ സി പി ഈസ് ഈക്വൽ ടു പി ഡി എന്ന് പറയാം. കാരണം എന്താ മക്കളെ, ഇത് രണ്ടും, യെസ് ഇത് രണ്ടും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അത് ചെറിയ കോഡിലേറ്റർ അഥവാ ചെറിയ കോഡ്.
മറ്റേത് വലിയ കോഡ് അല്ലേ. രണ്ട് സർക്കിൾ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഓൾറെഡി പറഞ്ഞേ O is perpendicular to AB ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്താ AP യും PB ഈക്വൽ. AP എന്ന് പറഞ്ഞാൽ ഇതാണ് മക്കളെ, AP എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ റെഡ് കളർ ഉള്ളത്. PB എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും രണ്ട് തുല്യ ഭാഗങ്ങളാക്കി മുറിക്കും. ശ്രദ്ധിച്ചു കേട്ടെ, O is perpendicular to CD. O CD ക്ക് പെർപെൻഡിക്കുലർ ആണ്. നിങ്ങൾക്ക് എന്ത് പറയാം, CP യും PD ഈക്വൽ. കാരണം CD എന്ന് പറയുന്ന ഒരു കോഡാണല്ലോ. അപ്പൊ CP യും എന്താ PD യും എന്താ ഈക്വൽ. അങ്ങനെയാണ് നിങ്ങളോട് എന്താ പ്രൂവ് ദാറ്റ് പറഞ്ഞത്, AC കാണാനാണ് അല്ലെ. എടാ AC കാണാൻ നിങ്ങൾക്കറിയില്ലടാ, AC കാണാൻ നിങ്ങൾക്കറിയില്ലേ. ഞാൻ നിങ്ങളോട് തൊട്ട് മുമ്പ് പറഞ്ഞതാ ടോട്ടൽ AP ആണല്ലോ. AP യിൽ നിന്നും CP കുറച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും. എടാ ഇപ്പൊ AP എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്ക്, CP എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്ക്. അപ്പൊ 5ൽ നിന്നും 3 കുറച്ചാൽ അത് 2 + 3 5 ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ AC കാണാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ടോട്ടൽ AP യിൽ നിന്നും PC കുറച്ചാൽ മതി. അതാണ് ഞാൻ ഇവിടെ എഴുതാൻ പോകുന്നത്. AC എന്ന് പറഞ്ഞാൽ AP യിൽ നിന്നും AP യിൽ നിന്നും ഈ AP യിൽ നിന്നും PC കുറച്ചാൽ മതി. ഓക്കെ, എന്ത് കുറച്ചാൽ മതി, AP യിൽ നിന്നും CP അല്ലെങ്കിൽ PC, രണ്ട് വിധത്തിലും പറയാം. CP അല്ലെങ്കിൽ PC എന്ന് പറയാം. AP യിൽ നിന്നും CP കുറച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ മക്കളെ BD കാണാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, BD കാണാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതിടാ. BD എന്ന് പറയുന്ന ഈ ചെറിയൊരു സ്ഥലമാണല്ലോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ടോട്ടൽ BP യിൽ നിന്നും എന്ത് കുറച്ചാൽ മതി, PD കുറച്ചാൽ മതി. സോ നിങ്ങൾ എഴുതിക്കോ മക്കളെ, BD കാണാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ടോട്ടൽ BP യിൽ നിന്നും എന്ത് കുറച്ചാൽ മതിയടാ, എന്ത് കുറച്ചാൽ മതി, PD കുറച്ചാൽ മതി. ഇനി നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചേ, നിങ്ങൾ ഇവിടെ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ചേ. എടാ AP യും PB ഈക്വൽ ആണ് അല്ലേ. ഇവിടെ AP ഉണ്ട്, ഇവിടെ എന്തുണ്ട്, BP ഉണ്ട്. BP എന്ന് പറഞ്ഞാൽ അത് തല തിരിച്ച് എഴുതിയ PB തന്നെ അല്ലേ. എടാ PB എന്ന് പറഞ്ഞാലും AB എന്ന് പറഞ്ഞാലും സെയിമാ. സോറി, PB എന്ന് പറഞ്ഞാലും BP എന്ന് പറഞ്ഞാൽ സെയിമാ. PB എന്ന് പറഞ്ഞാലും BP എന്ന് പറഞ്ഞാൽ സെയിമാ. രണ്ട് തല തിരിച്ച് എഴുതുന്നില്ലുള്ളൂ. സോ എന്താ, ഇവിടെ AP ഉണ്ട്, ഇവിടെ PB ഉണ്ട്, രണ്ടും ഈക്വൽ ആണ് നിങ്ങൾക്ക് അറിയാം അല്ലേ. എടാ CP യും PD ഈക്വലാ. ഇവിടെയും CP ഉണ്ട്, ഇവിടെയും PD ഉണ്ട്. അപ്പൊ എല്ലാം ഈക്വൽ ആണെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് എന്ത് പറയാം, യെസ് AC എന്ന് പറയുന്നത് BDക്ക് ഈക്വൽ ആണെന്ന് നിങ്ങൾക്ക് പറഞ്ഞൂടെ. ഹിൻസ് ഇത് നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ, നമ്മൾ പ്രൂവ് ചെയ്തു. യെസ്. സോ എന്താ, നിങ്ങൾക്ക് ഒന്നുമില്ല, O is perpendicular to AB ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം, AP യും PB യും ഈക്വലാ. AP യും PB ഈക്വലാ. Then O is perpendicular to CD ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം എന്താ, ഈ ചെറിയ കോഡ് ആയിട്ടുള്ള CP യും PB യും PD യും ഈക്വലാ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം, AC എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ എന്താണല്ലോ മക്കളെ, ഈ AC എന്ന് പറയുന്ന ഈ ഒരു ഭാഗം മാത്രമാണല്ലോ കാണേണ്ടത്. ഈ AC യും PB യും ആണ് നിങ്ങളോട് തെളിയിക്കാൻ പറഞ്ഞത്. അപ്പൊ AC കാണാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ടോട്ടൽ AP യിൽ നിന്നും PC കുറച്ചാൽ മതി. ഞാൻ നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെ. ഇനി BD കാണാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ടോട്ടൽ BP യിൽ നിന്നും PD കുറച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും, BD കിട്ടും. പക്ഷെ നിങ്ങൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട് AP യും PB ഈക്വലാ, CP യും PD ഈക്വലാ. അത് തന്നെയല്ലേ ഇവിടെ രണ്ടിടത്തും ഉള്ളത്. സോ നിങ്ങൾക്ക് എന്ത് പറയാം, AC യും BD യും ഈക്വൽ ആണ്. സോ ഹിൻസ് പ്രൂവ്ഡ്. നമ്മൾ പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. സോ ഇതെന്തായാലും നിങ്ങൾ പഠിക്കണം. ഇത് നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ വിട്ടുകൊടുക്കരുത്. ഓക്കെ, വിട്ടുകൊടുക്കരുത്. അങ്ങനെയാണെങ്കിൽ മക്കളെ നമുക്ക് ഒരു രണ്ട് ക്വസ്റ്റ്യനും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സർക്കിൾ വരയ്ക്കേണ്ടതും കൂടി പഠിച്ചാൽ ഈ ഭാഗം സെറ്റ് ആണ്. നമുക്കൊന്ന് ശ്രദ്ധിക്കാം. The bottom side of the coordinator in the picture is diameter of the circle and the top side is a chord parallel to it. നിങ്ങളോട് എന്താ പറയുന്നത്, നിങ്ങൾക്ക് ഇവിടെ നമുക്കൊരു പേര് കൊടുക്കാം, AB എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഈ AB എന്ന് പറയുന്നത് എന്താണ് മക്കളെ, സർക്കിളിന്റെ ഡയമീറ്റർ കൂടിയാ. സർക്കിളിന്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, സർക്കിളിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് എന്താ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. എന്താ, ഇത് PQ എന്ന് പറഞ്ഞു കൊടുക്കാം. അവിടെ മറ്റൊരു കോഡ് ഉണ്ട്, അതെന്താണ്, 6 സെന്റിമീറ്റർ ആണ്. ഈ രണ്ട് കോഡും തമ്മിൽ എന്താ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പാരലൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സ്ട്രൈറ്റ് ലൈൻ ആണ് രണ്ടും അല്ലെ, സെയിം ഡിസ്റ്റൻസ് ആയിരിക്കും, പാരലൽ ആണ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എടാ നിങ്ങൾക്ക് AB തന്നിട്ടുണ്ട് 10 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. എടാ നിങ്ങൾക്ക് CD തന്നിട്ടുണ്ട്, അത് 6 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ, ഈ സർക്കിളിന്റെ റേഡിയസ് എത്ര ആയിരിക്കാം പറയാൻ പറ്റുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എടാ AB എന്ന് പറയുന്നത് ഡയമീറ്റർ ആണല്ലോ. എടാ AB എന്ന് പറയുന്നത് സർക്കിളിന്റെ ഡയമീറ്റർ ആണല്ലോ. സർക്കിളിന്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഇതല്ലേ. അങ്ങനെയാണെങ്കിൽ AB 10 സെന്റിമീറ്റർ ആണെങ്കിൽ റേഡിയസ് എത്രയാ,
ഡയമീറ്റർ 10 സെന്റിമീറ്റർ ആണെങ്കിൽ റേഡിയസ് എത്രയായിരിക്കും? അതിന്റെ പകുതി. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ എത്രയായിരിക്കും? സോ റേഡിയസ് ഓഫ് ദ സർക്കിൾ എന്ന് പറഞ്ഞാൽ അത് എത്ര മക്കളെ? 5 സെന്റിമീറ്റർ. കാരണം എന്താ? നിങ്ങൾക്ക് ഡയമീറ്റർ തന്നിട്ടുണ്ട്. ഡയമീറ്റർ എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ റേഡിയസ് എത്രയായിരിക്കും മക്കളെ? അത് 5 സെന്റിമീറ്റർ. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ കോർഡിനേറ്റർ ABCD. എടാ ഇതൊരു ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ച ഒരു കോർഡിനേറ്റർ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇതാണ് മക്കളെ ട്രപ്പീസിയം. നിങ്ങൾക്കറിയാം എന്താ? യെസ്, ഓപ്പോസിറ്റ് സൈഡ്സ് എന്തായിരിക്കും? പാരലൽ ആയിരിക്കും അല്ലെ? നിങ്ങൾക്ക് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ തന്നിട്ടുണ്ട്. ഈ സൈഡ് നിങ്ങൾക്ക് അറിയാം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റും ഇതൊരു ട്രപ്പീസിയം ആണ് അല്ലെ? എടാ ട്രപ്പീസിയം കാണാൻ നിങ്ങൾ ഒരു ഇക്വേഷൻ നിങ്ങൾ പണ്ട് 8ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. യെസ്, എന്താ? ഏരിയ ഓഫ് എ കോർഡിനേറ്റർ അഥവാ ഏരിയ ഓഫ് ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താ? നിങ്ങൾ മറന്നുപോയോ? ഹാഫ് ഇൻറ്റു A + B ഇൻറ്റു H എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. നിങ്ങൾ മറന്നുപോയോ? ഹാഫ് ഇൻറ്റു A + B ഇൻറ്റു H. സാർ എന്താണ് A എന്ന് പറഞ്ഞാൽ ഒന്ന് 10 സെന്റിമീറ്ററും B എന്ന് പറഞ്ഞാൽ അതെന്താണ്? 6 സെന്റിമീറ്ററും. പക്ഷേ സാർ നമുക്ക് ഇവിടെ ഹൈറ്റ് തന്നിട്ടില്ലല്ലോ. നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അതാണ് നിങ്ങളുടെ അടുത്ത ഡൗട്ട് അല്ലേ? നിങ്ങൾക്ക് ഇവിടെ ഹൈറ്റ് തന്നിട്ടുണ്ടോ? ഈ ട്രപ്പീസിയത്തിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ടോ? എടാ ഞാനൊന്ന് ചോദിക്കട്ടെ. ഇതാണ് നിങ്ങൾക്ക്, ഇത് സർക്കിളിന്റെ സെന്റർ ആണെന്ന് വിചാരിക്കും. ഓക്കെ, ഇത് സർക്കിളിന്റെ സെന്റർ ആണെന്ന് വിചാരിക്കും. ഈ ഹൈറ്റ് ആണല്ലോ നിങ്ങൾക്ക് കാണേണ്ടത്. ഞാൻ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് ഞാൻ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചാൽ ഇത് എത്രയായിരിക്കും? സർക്കിളിന്റെ സെന്ററിൽ ഞാൻ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചാൽ ഇത് 3 സെന്റിമീറ്റർ ആയിരിക്കും, ഇത് 3 സെന്റിമീറ്റർ ആയിരിക്കും. നിങ്ങൾക്ക് റേഡിയസ് തന്നിട്ടുണ്ടല്ലോ. എത്ര റേഡിയസ് നിങ്ങൾ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ടല്ലേ? എത്ര? 5 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. എടാ ഇവിടെ നിന്നും സർക്കിളിൻ്റെതാ ഇവിടെ നിന്നും ഞാൻ ഇങ്ങോട്ടേക്ക് വരച്ചാലും എന്ത് തന്നെ ആയിരിക്കും? യെസ്, അതും 5 സെന്റിമീറ്റർ തന്നെ ആയിരിക്കുമല്ലോ. യെസ്, എടാ നമുക്ക് ഇവിടെ ഒരു പേര് കൊടുക്കാം. O എന്ന് പറഞ്ഞു കൊടുക്കാം. OQ എന്ന് പറയുന്നത് എത്രയായിരിക്കും മക്കളെ? അത് 5 സെന്റിമീറ്റർ തന്നെ അല്ലേ? കാരണം എന്താ? എടാ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് OB എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ, OQ എന്ന് പറയുന്നത് എന്ത് തന്നെ ആയിരിക്കും? 5 സെന്റിമീറ്റർ. കാരണം എന്താ? സർക്കിളിന്റെ റേഡിയസ് അല്ലടാ ഈ OQ എന്ന് പറയുന്നത്. ഒന്ന് മര്യാദയ്ക്ക് എന്റെ മക്കളൊന്ന് നോക്കിക്കേ. OQ എന്ന് പറയുന്നത് സർക്കിളിന്റെ റേഡിയസാ. എടാ ഞാനിത് ചോദിക്കട്ടെ. ഞാൻ സർക്കിളിന്റെ സെന്ററിൽ ഞാൻ ഒരു പെർപെൻഡിക്കുലർ ലൈൻ ആണല്ലോ വരച്ചത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ മറ്റൊരു പേര് കൊടുക്കാം. യെസ്, ഇവിടെ നമുക്ക് മറ്റൊരു പേര് കൊടുക്കാം. M എന്ന് പറഞ്ഞു കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ യെസ്, OM ആണ് നിങ്ങൾക്ക് കാണുന്നത്. അഥവാ ഹൈറ്റ് നിങ്ങൾ ആദ്യം കാണണം അല്ലേ? ഈ PQ എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആയിരുന്നു. അപ്പൊ ഇതെന്തായിരിക്കും? MQ എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആയിരിക്കും, അതും 3 സെന്റിമീറ്റർ ആയിരിക്കും. കാരണം എന്താ? നിങ്ങൾക്ക് അറിയാം സർക്കിളിന്റെ സെന്ററിൽ നിന്നും ബൈസെക്ട് ചെയ്യും അല്ലേ? അപ്പൊ നിങ്ങൾ ഇനി ആരെ കാണേണ്ടത്? എടാ ഈ ഹൈറ്റ് അല്ലേ നിങ്ങൾ കാണേണ്ടത്? ഈ ഹൈറ്റ് അല്ലേ നിങ്ങൾ കാണേണ്ടത്? അതായത് OM കാണണം. നിങ്ങൾ ഏത് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണം? OMQ എന്ന് പറയുന്ന അല്ലെ? OMQ എന്ന് പറയുന്ന ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നിങ്ങൾ കൺസിഡർ ചെയ്യണം. സോ മക്കളെ ഞാനിതാ ഇവിടെ ചെയ്യുന്നുണ്ട്, ശ്രദ്ധിച്ച് കേട്ടോ. എല്ലാവരും ഒന്ന് ഇവിടെ ശ്രദ്ധിച്ച്. യെസ്, ഇത് സർക്കിളിന്റെ സെന്റർ. സോ ഇത് 5 സെന്റിമീറ്റർ ആയിരിക്കും അല്ലെ? ഇത് 5 സെന്റിമീറ്റർ ആയിരിക്കും. ഇതാണ് നിങ്ങൾ കാണേണ്ടത് അല്ലെ? യെസ്, ഇത് നമുക്ക് എന്ത് പേര് കൊടുക്കാം മക്കളെ? യെസ്, M എന്ന് പറഞ്ഞു കൊടുക്കാം. ഇതെന്തായിരുന്നു? യെസ്, ഇത് P, ഇത് Q, ഇത് A, ഇത് B. അപ്പൊ ഇത് എത്രയായിരിക്കും? 3 സെന്റിമീറ്റർ ആയിരിക്കും, ഇത് 3 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ നിങ്ങൾ കാണേണ്ടത് എന്താ? OM. സോ കണ്ടെത്തിക്കോ മക്കളെ, നമുക്ക് കാണാം. യെസ്, കൺസിഡർ ഏത് ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യണം? കൺസിഡർ ട്രയാങ്കിൾ OMQ അല്ലെ? OMQ തുടങ്ങാമല്ലോ. എന്താ തരാത്തത്? ഹൈറ്റ് ആണ് അഥവാ ഓൾട്ടിറ്റ്യൂഡ് ആണ്. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെന്ന് നിങ്ങൾക്ക് അറിയാം. സോ എന്താ? ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടനസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. എടാ ഇവിടെ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അത് OM ആണല്ലോ. സോ OM സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടനസ് എന്ന് പറഞ്ഞാൽ അത് 5 സ്ക്വയർ ആണ്, ബേസ് എന്ന് പറഞ്ഞാൽ അത് 3 സ്ക്വയർ ആണല്ലോ. സോ നിങ്ങൾക്ക് അറിയാം OM സ്ക്വയർ ഈസ് ഈക്വൽ ടു 25 മൈനസ് 9. സോ ആൻസർ എത്ര വരും മക്കളെ? OM സ്ക്വയർ ഈസ് ഈക്വൽ ടു 16. Therefore OM എന്ന് പറഞ്ഞാൽ √16 ആണ്. സോ ആൻസർ എത്ര കിട്ടി? എടാ ഹൈറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് കിട്ടി? ട്രപ്പീസിയത്തിന്റെ ഹൈറ്റ് നിങ്ങൾക്ക് കിട്ടി. അത് 4 സെന്റിമീറ്റർ ആണ് കിട്ടി. ഇനി നിങ്ങൾക്ക് ഏരിയ കാണാൻ അറിയാമല്ലോ. യെസ്,
ഏരിയ ഓഫ് എ ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, അതിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. എന്തായിരുന്നുടാ? ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു എച്ച് ആണ് അല്ലെ? എടാ ഇവിടെ എ എന്ന് പറഞ്ഞാൽ എന്താ? ട്രപ്പീസിയത്തിന്റെ സൈഡ്. സോ എന്താ? ഹാഫ് ഇൻറ്റു സൈഡ് എത്ര മക്കളെ? 6. എ എന്ന് പറഞ്ഞാൽ 6 ആണെങ്കിൽ ബി എന്താ? 10 ആണ്. ഇൻറ്റു ഹൈറ്റ് നിങ്ങൾക്ക് കിട്ടി. എത്രയാണ് ഹൈറ്റ്? എത്ര ഹൈറ്റ്? നമ്മളിപ്പോൾ കണ്ടെത്തിയല്ലേ? അത് 4 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണ് നിങ്ങൾക്കറിയാം 6 + 10 എന്ന് പറഞ്ഞാൽ 16 ആണല്ലോ. 16ന്റെ പകുതി എത്ര? വേണ്ട, നിങ്ങൾ സ്റ്റെപ്പ് തന്നെ എഴുതിക്കോ. യെസ്, 16 ഇൻറ്റു 4 എന്ന് എഴുതും. ഇതും കട്ടായാൽ 8 ആവും അല്ലെ? 16/2 കട്ട് ചെയ്താൽ 8 ആവുമല്ലോ. 8 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ ആൻസർ എത്രയാണ്? അത് 32 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, എത്രയാ? 32 സെന്റിമീറ്റർ സ്ക്വയർ. എടാ 6 + 10 എന്ന് പറഞ്ഞാൽ 16. 16/2 എന്ന് പറഞ്ഞാൽ അത് 8 അല്ലേ? അപ്പൊ 8 ഇൻറ്റു 4 എത്രയാ? അതും 32 അഥവാ 32 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഇതുവരെ സെറ്റ് ആണല്ലോടാ. ഒന്നുമില്ല, നിങ്ങൾ പഠിക്കേണ്ടത് എന്താ? ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു എച്ച്. അത് നിങ്ങൾ പഠിച്ചാൽ ഈ ഭാഗവും ഈസിയാണ്. ഇതും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതും നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മക്കളെ വിട്ടുകൊടുക്കരുത്. ഓക്കെ, ആ പ്രൂവ് ദാറ്റ് നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ് ഈ ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയാണെങ്കിൽ യെസ് മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുന്നുണ്ട്. യെസ്, ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് 10 സെന്റിമീറ്റർ. നിങ്ങൾക്ക് ഇവിടെ സർക്കിളിന്റെ റേഡിയസ് ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലെ? റേഡിയസ് നിങ്ങൾക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. എത്രയാ? അത് 10 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? എ കോഡ് ഈസ് 6 സെന്റിമീറ്റർ അവേ ഫ്രം ദ സെന്റർ. നിങ്ങൾക്ക് ഒരു കോഡ് തന്നിട്ടുണ്ട്. മകളെ ശ്രദ്ധിച്ച് കേട്ടോ. ഇവിടെ എ ബി എന്ന് പറയുന്ന ഒരു കോഡ് തന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് സർക്കിളിന്റെ സെന്ററും തന്നിട്ടുണ്ട്. നിങ്ങളോട് എന്താ പറയുന്നത്? ഈ ഓയിൽ നിന്നും ഈ സർക്കിളിന്റെ കോഡിലേക്കുള്ള ഡിസ്റ്റൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എത്രയാ? അത് 6 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ കോഡ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ചോദിക്കുന്നത് എന്താ? ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ കോഡ്. എത്രയായിരിക്കും ലെങ്ത് ഓഫ് ദ കോഡ്? നിങ്ങൾ ആദ്യം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ റേഡിയസ് തന്നിട്ടുണ്ടോ നോക്കുക. സാർ റേഡിയസ് തന്നിട്ടുണ്ട്, അത് 10 സെന്റിമീറ്റർ ആണ്. അപ്പൊ നിങ്ങൾ അടുത്ത പരിപാടി എന്താ? എങ്ങനെയെങ്കിലും പൈത്തഗോറസ് ആക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആക്കാൻ പറ്റുമോ നോക്കും. എടാ ഇത് ഓ ആണല്ലേ? ഞാൻ ഈ ഓയിൽ നിന്നും ഞാൻ ഇങ്ങോട്ടേക്ക് വരച്ചാൽ അതെന്തായി? സർക്കിളിന്റെ റേഡിയസ് ആയി. അപ്പൊ ഇത് എന്തായിരിക്കും? 10 സെന്റിമീറ്റർ. ശ്രദ്ധിച്ചു കേട്ടെ, 10 സെന്റിമീറ്റർ. എടാ നിങ്ങൾക്ക് MB കിട്ടിക്കഴിഞ്ഞാൽ അത് തന്നെ ആയിരിക്കുമല്ലോ ഇപ്പുറത്തെ സൈഡും. അപ്പൊ നിങ്ങൾക്ക് ഈ AB എന്ന് പറയുന്ന കോഡ് നിങ്ങൾക്ക് കിട്ടില്ലേ? ഇത് 10 കിട്ടി, ഇത് 6 കിട്ടി, ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ബേസ് തന്നിട്ടില്ല അല്ലേ? അപ്പൊ ബേസ് കാണാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. യെസ്, സോ കൺസിഡർ. യെസ് മക്കളെ, ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കൺസിഡർ ട്രയാംഗിൾ OMB. റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയിട്ടുള്ള OMB ഞാൻ കൺസിഡർ ചെയ്തു. ഇതിൽ എന്താ തരാത്തത്? ഹൈപ്പോട്ടനസ് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഏറ്റവും വലിയ സൈഡ് തന്നിട്ടുണ്ട്. ഓൾട്ടിറ്റ്യൂഡ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ബേസ് തന്നിട്ടില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും വലിയ സൈഡ് ആയിട്ടുള്ള ഹൈപ്പോട്ടനസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മൈനസ് ചെയ്താൽ മതി എന്താണോ തന്നത് അല്ലെ? സോ ബേസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടനസ് സ്ക്വയറിൽ നിന്നോ എന്ത് കുറച്ചാൽ മതി? ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ കുറച്ചാൽ മതി. എടാ ഇവിടെ ബേസ് എന്ന് പറഞ്ഞാൽ എത്രയാ? സാർ ബേസ് എന്ന് പറഞ്ഞാൽ അത് BM സ്ക്വയറാ. സോ ഹൈപ്പോട്ടനസ് എന്ന് പറഞ്ഞാൽ അത് 10 സ്ക്വയറാ. ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എത്ര മക്കളെ? ഓൾട്ടിറ്റ്യൂഡ് എത്രയാ? അത് 6 സ്ക്വയറാ. സോ നിങ്ങൾക്കറിയാം BM സ്ക്വയർ ഈസ് ഈക്വൽ ടു 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100 ആണ്. 6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് 36 ആ. അങ്ങനെയാണെങ്കിൽ മക്കളെ യെസ്, അങ്ങനെയാണെങ്കിൽ BM എത്ര കിട്ടും? സോ BM സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100ൽ നിന്നും 36 കുറച്ചാൽ എത്രയാ? സോ അത് നിങ്ങൾക്കറിയാം 64 ആണ്. അങ്ങനെയാണെങ്കിൽ BM എന്ന് പറയുന്നത് √64 ആ. സോ ആൻസർ എത്രയായിരിക്കും? √64 എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് കിട്ടി 8 ആണെന്ന് കിട്ടി. എടാ ഈ സൈഡ് 8 ആണെങ്കിൽ ഈ സൈഡും എന്ത് തന്നെ ആയിരിക്കും? 8 തന്നെ ആയിരിക്കുമല്ലോ. കാരണം എന്താ? AM-ഉം BM-ഉം ഈക്വൽ ആയിരിക്കും. കാരണം എന്താ? സർക്കിളിന്റെ സെന്ററിൽ നിന്നും ഞാൻ കോഡിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു. അപ്പൊ രണ്ട് തുല്യ ഭാഗങ്ങളാക്കി മുറിക്കും. എടാ BM 8, AM-ഉം അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് 8 ആവും. സോ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ കോഡ്. അങ്ങനെയാണെങ്കിൽ ഈ കോഡിന്റെ ലെങ്ത് എത്രയായിരിക്കും മക്കളെ?
അത് 16 സെന്റിമീറ്റർ ആണ്. 8+8 അത് എത്രയായിരിക്കും? 16 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ആദ്യത്തതിന്റെ ആൻസർ നിങ്ങൾ കണ്ടെത്തി. എന്താ? ലെങ്ത് ഓഫ് ദ കോഡ് അഥവാ AB എന്ന് പറയുന്ന കോഡ് നിങ്ങൾ കണ്ടെത്തി. അത് 16 സെന്റിമീറ്റർ ആണ് കണ്ടെത്തി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കളെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ കോഡ് ഓഫ് ദ ലെങ്ത് 12 സെന്റിമീറ്റർ ഫ്രം ദ സെന്റർ ഓഫ് ദ സെയിം സർക്കിൾ. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ കോഡ് ഓഫ് ദ ലെങ്ത്. നിങ്ങൾക്ക് കോഡ് തന്നിട്ടുണ്ട്, എത്രയാ? 12 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഫ്രം ദ സെന്റർ ഓഫ് ദ സെയിം സർക്കിൾ. ഈ തന്നിരിക്കുന്ന സർക്കിളിന്റെ സെന്ററിൽ നിന്നും നിങ്ങൾ മറ്റൊരു കോഡ് വരച്ചിട്ടുണ്ട്. ഓക്കെ, PQ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഈ PQ നിങ്ങൾക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ഈ കോഡിന്റെ ലെങ്ത് എത്രയാണ് തന്നിട്ടുണ്ട്? 12 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട് അല്ലെ. PQ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. മക്കളെ ശ്രദ്ധിച്ചു കേട്ടോ. PQ എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. യെസ്. സോ ഇത് നമ്മൾ M എന്ന് പറഞ്ഞു കൊടുത്തു. നമുക്ക് ഇയാൾ നമുക്ക് എന്ത് കൊടുക്കാം? R എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, സോ എടാ PQ 12 സെന്റിമീറ്റർ ആണെങ്കിൽ PR എത്രയായിരിക്കും? അത് 6 സെന്റിമീറ്റർ. അത് എത്രയായിരിക്കും മക്കളെ? അത് 6 സെന്റിമീറ്റർ അല്ലേ. PR എത്രയായിരിക്കും? 6 ആയിരിക്കും. അതുപോലെ തന്നെ QR എത്രയായിരിക്കും? 6 സെന്റിമീറ്റർ. നിങ്ങളോട് എന്താ ചോദിക്കുന്നത്? സെയിം സർക്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. സെയിം സർക്കിൾ ആണെങ്കിൽ റേഡിയസ് ഞാനിതാ ഇവിടുന്ന് ഇങ്ങോട്ടേക്കും എനിക്ക് വരക്കാമല്ലോ. അതും എന്ത് തന്നെ ആയിരിക്കും? 10 സെന്റിമീറ്റർ തന്നെ ആയിരിക്കുമല്ലോ. കാരണം സെയിം സർക്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എടാ നിങ്ങളോട് ഇനി എന്താ ചോദിക്കുന്നത്? സാർ, ഈ കോഡിൽ നിന്നും ഈ സർക്കിളിന്റെ സെന്ററിൽ നിന്നും ഈ കോഡിലേക്കുള്ള ഈ ഡിസ്റ്റൻസ് ആണ് സാർ ചോദിക്കുന്നത്. ഇനി നിങ്ങൾക്ക് കണ്ടെത്തിക്കൂടെ? എടാ PQ നിങ്ങൾക്ക് 12 തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ 2 തുല്യ ഭാഗങ്ങളാക്കി. ഇത് 6 ആണെങ്കിൽ ഇതും 6 ആയിരിക്കും. നിങ്ങൾക്ക് ഹൈപ്പോട്ടസ് തന്നിട്ടുണ്ടല്ലോ, അഥവാ റേഡിയസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? OR കാണുക. ഈസി അല്ലടാ. OR എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. സോ നിങ്ങൾ ഏത് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക? യെസ്, കൺസിഡർ. ഏത് ട്രയാങ്കിൾ ആടാ? ട്രയാങ്കിൾ OPR. ട്രയാങ്കിൾ OPR നിങ്ങൾ കൺസിഡർ ചെയ്യുക. അതിൽ എന്താ കാണേണ്ടത്? യെസ്, ഓൾട്ടിറ്റ്യൂഡ് ആണ് അല്ലേ. സോ നിങ്ങൾക്ക് അറിയാം ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടനസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ ആണ്. ഇവിടെ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ OR സ്ക്വയർ ആണ്. ഇവിടെ ഹൈപ്പോട്ടനസ് എന്ന് പറഞ്ഞാൽ അത് 10 സ്ക്വയർ ആണ്. ബേസ് എന്ന് പറഞ്ഞാൽ അത് 6 സ്ക്വയർ ആണ്. എടാ OR സ്ക്വയർ ഈസ് ഈക്വൽ ടു 100ൽ നിന്നും 6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36 ആണ്. സോ OR എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? OR സ്ക്വയർ തന്നെ ഇരിക്കട്ടെ, അത് 64 ആണ്. സോ OR എന്ന് പറഞ്ഞാൽ അത് √64 ആണ്. സോ ആൻസർ എത്ര വരും മക്കളെ? അത് 8 സെന്റിമീറ്റർ. അപ്പൊ നിങ്ങൾക്ക് ഇതും കിട്ടി. എന്താ? 8 സെന്റിമീറ്റർ ആണ് കിട്ടി. ഇതും 8 ആയിരുന്നു, ഇതും 8 ആയിരുന്നു അല്ലെ. സോ നിങ്ങൾക്ക് എന്ത് കിട്ടി മക്കളെ? OR എന്ന് പറയുന്ന ലെങ്ത് അഥവാ സർക്കിളിന്റെ സെന്ററിൽ നിന്നും കോഡിലേക്കുള്ള ഡിസ്റ്റൻസ് എത്ര? ഇവിടെ 8 സെന്റിമീറ്റർ ആണ് കിട്ടി. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടി. എത്രയാ? അത് 8 സെന്റിമീറ്റർ ആണ് കിട്ടി. ഓക്കെ, ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ കോഡ് ഓഫ് ദ ലെങ്ത് 12 സെന്റിമീറ്റർ ഫ്രം ദ സെന്റർ ഓഫ് ദ സെയിം സർക്കിൾ. സർക്കിളിന്റെ സെന്ററിൽ നിന്നും അത് നമുക്ക് തന്നിരിക്കുന്ന സർക്കിളിന്റെ കോഡിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലേ, അത് എത്രയാണെന്ന് ചോദിച്ചത്. അത് നമ്മൾ കണ്ടെത്തി 8 സെന്റിമീറ്റർ ആണ്. മകളെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കോഡ് ഇഫ് ദേ ആർ പാരലൽ. ഇത് രണ്ട് കോഡുകൾ തമ്മിൽ പാരലൽ ആണ്. അതുപോലെ തന്നെ ആൻഡ് ആർ ഓൺ ഐദർ സൈഡ് ഓഫ് ദ സെന്റർ. സർക്കിളിന്റെ മറ്റേ സൈഡുമാണെങ്കിൽ എത്രയായിരിക്കും ഈ രണ്ട് കോഡുകൾ തമ്മിലുള്ള ലെങ്ത് എന്ന് പറയുന്നത്? എടാ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ. ഇത് 8 ആണ് നിങ്ങൾക്ക് കിട്ടി. ഈ OM എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓൾറെഡി തന്നിട്ടുണ്ടല്ലോ, അത് 6 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട് അല്ലെ. എടാ നിങ്ങളോട് ഈ രണ്ട് കോഡും പാരലൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. രണ്ട് കോഡും പാരലൽ ആണെങ്കിൽ അത് ഒരേ അളവിലായിരിക്കില്ല, കുത്തനെ പെർപെൻഡിക്കുലർ ആയിട്ട് സെയിം ആയിരിക്കുമല്ലോ. കാരണം എന്താ? നിങ്ങളോട് വേറെ ഏതെങ്കിലും രീതി ചോദിച്ചാൽ നിങ്ങൾക്ക് പാരലൽ അല്ലെങ്കിൽ വേറെ ഏത് രീതിയിൽ നമുക്ക് ഹൈറ്റ് കാണാം. അങ്ങനെയല്ല, ഹൈറ്റ് അല്ല, അത് നമ്മൾ ഡിസ്റ്റൻസ് കാണാൻ പറ്റും. പക്ഷെ പാരലൽ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഹൈറ്റ് നിങ്ങൾ കാണേണ്ടി വരും, അതായത് പെർപെൻഡിക്കുലർ ഹൈറ്റ് നിങ്ങൾ കാണേണ്ടി വരും. സോ നിങ്ങൾക്ക് അറിയാം എടാ ഈ രണ്ട് കോഡും പാരലൽ ആണെങ്കിൽ ഇതിന്റെ ഹൈറ്റ് എത്രയായിരിക്കും? അപ്പൊ ഇത് സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ മതി. അതായത് ഇത് 8 ആണ് നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, ഇത് 6 സെന്റിമീറ്റർ ആണ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ 8 + 16 എത്രയാടാ? 8 + 6 എത്രയാ? യെസ്, അത് 14 സെന്റിമീറ്റർ ആണ് അല്ലെ. സോ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ മക്കളെ അത് എത്രയാണ്? 14 സെന്റിമീറ്റർ അഥവാ 14 സെന്റിമീറ്റർ. നിങ്ങളോട് ഒന്നും ചോദിച്ചിട്ടില്ല മക്കളെ, നിങ്ങളോട് ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചത്. ഞാൻ റെഡ് കളറിൽ വരക്കാം.
ഈ കോഡും പാരലൽ ആണ്. അതുപോലെ തന്നെ രണ്ടും രണ്ട് സൈഡ് ആണെങ്കിൽ അതിന്റെ ഡിസ്റ്റൻസ് ആണ് അഥവാ ഈ ഡിസ്റ്റൻസ് എത്രയാണ് ചോദ്യം. ഇത് നിങ്ങൾ ഓൾറെഡി ഇത് 8 സെന്റിമീറ്റർ ആണ് കണ്ടെത്തിയിട്ടുണ്ട്, ഇത് 6 സെന്റിമീറ്റർ ആണ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 8 + 6 അത് എത്രയാ? 14 സെന്റിമീറ്റർ. ഓക്കെ, സോ അത് നിങ്ങൾക്ക് സെറ്റായി. സോ മക്കളെ ഇതോടുകൂടി പ്രോബ്ലം നമ്മൾ ഏകദേശം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഈ എക്സാമിന് എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് സർക്കം സർക്കിൾ. നിങ്ങളോട് ചിത്രം വരക്കാൻ എന്തായാലും ചോദിക്കും, ഉറപ്പാണ്. അതൊരിക്കലും മക്കളെ വരക്കാതെ പോകരുത്. 5 മാർക്കിനോ 6 മാർക്കിനോ നിങ്ങളോട് എന്തായാലും ചോദിക്കും. വിട്ടുകൊടുക്കരുത് മക്കളെ, വിട്ടുകൊടുക്കരുത്. എടാ ഞാനൊന്ന് ചോദിക്കട്ടെ, യെസ്, നിങ്ങളോട് സർക്കം സർക്കിൾ വരക്കാനാണ് നിങ്ങളോട് ആദ്യം പറയുക. സോ നിങ്ങൾക്കറിയാം ഒരു സർക്കം സർക്കിൾ എങ്ങനെ വരക്കാമെന്ന് നിങ്ങൾ കൃത്യമായിട്ട് ആദ്യം മനസ്സിലാക്കണം. എടാ നിങ്ങൾക്കറിയാം ഒരു ലൈനിന്റെ, മക്കളെ ശ്രദ്ധിച്ചു കേട്ടോ, ഒരു ലൈനിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക്കാൻ പറഞ്ഞാൽ, അഥവാ ഒരു ലൈനിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താ ചെയ്യേണ്ടത്. ഞാൻ ആദ്യം ഒരു 6.5 സെന്റിമീറ്റർ എടുത്തു. ഇതിന്റെ പെർപെൻഡിക്കുലർ വരക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, പകുതിയിലധികം എടുത്ത് മുകളിലും താഴെയും വരക്കുക. ദെൻ ഇപ്പുറത്തെ സൈഡ് കൊണ്ടുവരിക, അതിന്റെയും പകുതിയിലധികം എടുക്കുക, വരക്കുക. ഇതാണ് ഒരു ലൈനിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ. എന്താണ്? 90 ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ 2 തുല്യ ഭാഗങ്ങളാക്കി മുറിക്കും. എടാ ഒരു ലൈനിന്റെ, ഒന്നും കൂടി ശ്രദ്ധിച്ചോ, ഒരു ലൈനിന്റെ, മക്കളെ ശ്രദ്ധിച്ചു കേട്ടോ, ഒരു ലൈനിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ നിങ്ങളോട് വരക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ഒരു ലൈൻ വരക്കുന്നു. ഇത് നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. ഏല് കുത്തുന്നു, പകുതിയിലധികം എടുത്തു മുകളിലും താഴെയും ഞാൻ ഒരു ആർക്ക് വരക്കുന്നു. ഇത് ജസ്റ്റ് ബേസ് ആണ്. ഞാൻ ബിയിൽ കുത്തുന്നു, പകുതിയിലധികം എടുക്കുന്നു, ആർക്ക് വരക്കുന്നു. അത് തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? യെസ്, ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടും. അങ്ങനെയാണെങ്കിൽ മക്കളെ ശ്രദ്ധിച്ചു കേട്ടോ, യെസ്, എന്താണ് സർക്കം സർക്കിൾ എന്ന് പറഞ്ഞാൽ? അഥവാ ശ്രദ്ധിച്ചു കേട്ടോ, the circle which passes through the all 3 vertices of a triangle is called circumcircle of the triangle. എന്താ നിങ്ങൾ എന്താ പറയുന്നത്? യെസ്, എന്തായിരുന്നു? ഒരു ട്രയാങ്കിളിന്റെ 3 വേർട്ടിസസ് അല്ലേ? ഒരു ട്രയാങ്കിളിന്റെ 3 വേർട്ടിസസ് തമ്മിലൂടെ പാസ് ചെയ്യുന്ന ഒരു സർക്കിൾ നമുക്ക് എന്ത് പറയാം? സർക്കം സർക്കിൾ എന്ന് പറയാം. The center of the triangle is called circumcircle. ആ സർക്കിളിന്റെ സെന്റർ നമുക്ക് എന്ത് വിളിക്കാം? ട്രയാങ്കിളിന്റെ അല്ലെ സെന്റർ ഓഫ് ദ ട്രയാങ്കിൾ ഈസ് കോൾഡ് സർക്കം സെന്റർ എന്ന് പറയാം. സോ മക്കളെ ശ്രദ്ധിച്ചു കേട്ടോ, ഇത് എങ്ങനെ ചെയ്യാം? ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ചെയ്യാം? മക്കളെ ശ്രദ്ധിച്ചു കേട്ടോ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് മക്കളെ. The 2 sides of a triangle are 5 cm and 4 cm and the angle between them is 60 degree. എടാ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ശ്രദ്ധിച്ചു കേട്ടോ. എടാ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്താ? ഒരു ട്രയാങ്കിൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ആ ട്രയാങ്കിളിന്റെ സൈഡ് ഏതൊക്കെയാ? 5 സെന്റിമീറ്ററും 4 സെന്റിമീറ്ററും. അതിന്റെ ഇടയിലുള്ള ആംഗിൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എത്രയാ? 16 ഡിഗ്രി. അങ്ങനെയാണ് നിങ്ങളോട് എന്താ പറയുന്നത്? ഡ്രോ ദ ട്രയാങ്കിൾ ആൻഡ് ഇറ്റ് സർക്കം സർക്കിൾ. നിങ്ങളോട് ആ ട്രയാങ്കിൾ വരച്ചിട്ട് അതിന്റെ സർക്കം സർക്കിൾ വരക്കാനാണ് പറയുന്നത്. മക്കളെ ശ്രദ്ധിച്ചു കേട്ടോ, എങ്ങനെ വരക്കാം? സോ യെസ്, ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു മക്കളെ? ഒരു 4 സെന്റിമീറ്റർ എടുക്കുന്നു. ദെൻ 60 ഡിഗ്രി ഞാൻ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ദെൻ ആ സൈഡ് 5 സെന്റിമീറ്റർ നിങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലോ. സോ കോമ്പസ് എടുക്കുക, 5 സെന്റിമീറ്റർ എടുക്കുക, ഒരു ആർക്ക് വരക്കുക. ഓക്കെ, ദെൻ അത് തമ്മിൽ ജോയിൻ ചെയ്താൽ ട്രയാങ്കിൾ ആണ്. ഇനി എന്ത് ചെയ്യണം? എ ബി എന്ന് പറയുന്ന ലൈന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക്കുക. ബൈസെക്ടർ വരക്കാൻ അറിയാമല്ലോ, പകുതിയിലധികം എടുക്കുക, അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും നിങ്ങൾ എന്ത് ചെയ്യുക? ആർക്ക് എടുത്തിട്ട് കട്ട് ചെയ്യുക, ഒരു ലൈൻ അങ്ങ് വരക്കുക. ദെൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റേ സൈഡ് എ സി എന്ന് പറയുന്ന സൈഡ് ഞാൻ എടുക്കുന്നു, അതും ഞാൻ പകുതിയിലധികം എടുക്കുന്നു. ദെൻ അതിനെ ഞാൻ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക്കുന്നു. മക്കളെ നിങ്ങൾ അതും കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂട്ടി മുട്ടുന്ന ആ ലൈനാണ് നിങ്ങളുടെ എന്ത്? സർക്കം സെന്റർ എന്ന് പറയുന്നത്. അവിടെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ആർക്ക് എടുത്ത് വരക്കുക. ഓക്കെ, സെറ്റ് ആണ്. ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. മക്കളെ ശ്രദ്ധിച്ചു കേട്ടോ, 4 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ ആണ് നിങ്ങൾക്ക് തന്നത്. അതിന്റെ ഇടയിലുള്ള ആംഗിൾ 60 ഡിഗ്രി ആണ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാ വരക്കേണ്ടത്? ആദ്യം നിങ്ങൾ ഒരു 4 സെന്റിമീറ്റർ എടുക്കുക. യെസ്, then 60 ഡിഗ്രി മാർക്ക് ചെയ്യുക. then അവിടുന്ന് അങ്ങോട്ടേക്ക് 5 സെന്റിമീറ്റർ. സോ അതെടുത്ത് ആർക്ക് എടുത്തിട്ട് വരക്കുക. എന്നിട്ട് അത് തമ്മിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്ത് വരക്കുക. then എ ബിക്ക് പെർപെൻഡിക്കുലർ ബൈസെക്ടർ, എ ബി എന്ന് പറയുന്ന ലൈൻ പകുതിയിലധികം എടുത്തിട്ട് മുകളിലും താഴെയും ആർക്ക് വരക്കുക. ബിയിൽ കുത്തുക, പകുതിയിലധികം എടുത്ത് അവിടെ രണ്ടിടത്തും ആർക്ക് വരക്കുക. ഓക്കെ, യെസ്, then അത് തമ്മിൽ ജോയിൻ ചെയ്ത് വരക്കുക.
യെസ്. ദെൻ AC പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുന്നു, അത് വരയ്ക്കുന്നു, ഇങ്ങോട്ടേക്ക് വരയ്ക്കുന്നു. ദെൻ സിയിൽ കുത്തുന്നു. എടാ ഈ കൂട്ടിമുട്ടുന്ന ലൈൻ ഉണ്ടാവുമല്ലോ, നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ കൂട്ടിമുട്ടുന്ന ലൈൻ, അതിന്റെ സെന്റർ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ആർക്കങ്ങ് വരക്കുക. ക്ലിയർ? സെറ്റ് ആണല്ലോ മക്കളെ, ഇത് സെറ്റ് ആണല്ലോ. ഓക്കെ, ഇത് സെറ്റ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ റെഡി? യെസ്, സെയിം ക്വസ്റ്റ്യൻ തന്നെ മക്കളെ ശ്രദ്ധിച്ച് കേട്ടോ. അങ്ങനെയാണെങ്കിൽ മക്കളെ യെസ്, അടുത്ത ക്വസ്റ്റ്യൻ. The two sides of a triangle are 5 cm and 4 cm. The angle between them is 90 degree. നിങ്ങൾക്ക് സെയിം ക്വസ്റ്റ്യൻ തന്നെ, പക്ഷെ എന്താ ആംഗിൾ മാറ്റിയിട്ടുണ്ട്. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് അല്ലേ? ഡ്രോ ദ ട്രയാങ്കിൾ ആൻഡ് സർക്കിൾ. ഇതെങ്ങനെ വരക്കാം? സോ മക്കളെ ശ്രദ്ധിച്ച് കേട്ടോ. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, യെസ്, എന്താ, ഒരു 4 cm ഉണ്ട്, അതുപോലെ തന്നെ 5 cm ഉണ്ട് അല്ലെ? അതിന്റെ ഇടയിലുള്ള ആംഗിൾ നിങ്ങൾക്ക് എത്ര തന്നിട്ടുണ്ട്? 90 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പൊ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാ. സോ അങ്ങനെയാണെങ്കിൽ മക്കളെ ഇതാ യെസ്, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. യെസ്, PR ആദ്യം മക്കളെ ശ്രദ്ധിച്ച് കേട്ടോ. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, യെസ് 4 cm എടുക്കുക, അതിന്റെ ഇടയിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണല്ലോ, 90 ഡിഗ്രി എടുത്ത് വരക്കുക. ഓക്കെ, ദെൻ യെസ് പകുതി, യെസ് 5 cm എടുക്കുക, അത് നിങ്ങൾ ആർക്ക് വരക്കുക. യെസ്, അത് തമ്മിൽ ജോയിൻ ചെയ്യുക. അപ്പൊ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഇനി PR പെർപെൻഡിക്കുലർ ബൈസെക്ടർ പകുതിയിലധികം എടുക്കുക, മുകളിലും താലും ആർക്ക് വരക്കുക, 6ൽ കുത്തുക. യെസ്, പകുതിയിലധികം എടുക്കുക, മുകളിലും താലും ആർക്ക് വരക്കുക, അത് തമ്മിൽ ജോയിൻ ചെയ്യുക. ദെൻ നിങ്ങൾ PQ എടുക്കുക, യെസ് അതിന്റെയും പകുതിയിലധികം എടുത്ത് ആർക്ക് വരക്കുക. ദെൻ Qയിൽ കുത്തുക, പകുതിയിലധികം എടുത്ത് ആർക്ക് വരക്കുക. അത് തമ്മിൽ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ എന്തായാലും അത് ഹൈപ്പോട്ടനസിന്റെ മുകളിലായിരിക്കും ആ പോയിന്റ് വരുന്നത്. അത് തമ്മിൽ ജോയിൻ ചെയ്ത് വരച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു സർക്കം സർക്കിൾ കിട്ടും. ക്ലിയർ ആണല്ലോ മക്കളെ? ഞാൻ ഒന്നും കൂടി പറഞ്ഞു തരാം. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ അധികം നിങ്ങൾക്ക് എന്താ, ഹൈപ്പോട്ടനസിന്റെ മുകളിലായിരിക്കും പോയിന്റ് വരുന്നത്. കണ്ടോ, നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചോ. അതായത് ആദ്യം ലാസ്റ്റ് ഫൈനൽ ഒരു 4 cm എടുക്കുന്നു, അതിന്റെ ഇടയിലുള്ളത് യെസ്, അതിന്റെ ഇടയിലുള്ളത് 90 ഡിഗ്രിയാണ്, നിങ്ങൾക്ക് അറിയാം അല്ലേ? ദെൻ 5 cm എടുക്കുക, ഒരാർക്ക് വരക്കുക, എന്നിട്ട് അത് തമ്മിൽ ജോയിൻ ചെയ്ത് വരക്കുക. യെസ്, ദെൻ എല്ലാത്തിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക്കുക, 6ൽ കുത്തുക, പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ഓക്കെ, ദെൻ PQ നിങ്ങൾക്ക് എടുക്കാൻ അറിയാമല്ലോ. യെസ്, PQന്റെയും പെർപെൻഡിക്കുലർ ബൈസെക്ടർ പകുതിയിലധികം എടുക്കുക, മുകളിലും താഴെ നിങ്ങൾ ആർക്ക് വരക്കുക. ദെൻ ഓക്കെ, യെസ്, ദെൻ ആ കൂട്ടിമുട്ടുന്ന അവിടെ ഒരു ലൈൻ വരക്കുക. ആ കൂട്ടിമുട്ടുന്ന ലൈനിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു സർക്കിൾ എല്ലാ ഭാഗത്തും എല്ലാ വേർഡ്സും ടച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും, ഒരു ട്രയാങ്കിൾ അഥവാ ഒരു സർക്കിൾ വരക്കാൻ നിങ്ങൾക്ക് പറ്റും. ഓക്കെ, യെസ്, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. ദ ഡ്രോ ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് സൈഡ് 5 cm ആൻഡ് ഇറ്റ്സ് സർക്കിൾ. മകളെ നിങ്ങളോട് എന്താ പറയുന്നത്? ഡ്രോ ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് സൈഡ് 5 cm ആൻഡ് ഇറ്റ്സ് സർക്കിൾ. എടാ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ നിങ്ങൾക്ക് വരക്കാൻ അറിയാമല്ലോ. എല്ലാ സൈഡും എന്തായിരിക്കും ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ പ്രത്യേകത? യെസ്, എല്ലാ സൈഡും എന്തായിരിക്കും മക്കളെ? യെസ് 5 cm ആയിരിക്കും അല്ലെ? ഒരു സൈഡ് 5 cm ആണെങ്കിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ അതിന്റെ എല്ലാ സൈഡും എന്തായിരിക്കും? 5 cm തന്നെ ആയിരിക്കും അല്ലെ? സോ അതെങ്ങനെയാണെങ്കിൽ എങ്ങനെ വരക്കാം മക്കളെ ശ്രദ്ധിച്ചു കേട്ടോ. അത് ഞാൻ പകുതിയിലധികം എടുക്കുന്നു, മുകളിലും താഴെ ഞാൻ ആർക്ക് വരക്കുന്നു. ദെൻ യെസ്, എല്ലാ സൈഡും നമ്മൾ എടുക്കുന്നുണ്ട്. നിങ്ങൾ ഏതെങ്കിലും 2 സൈഡ് എടുത്താലും മതി. ഓക്കെ, ദെൻ അത് തമ്മിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ വരച്ചാൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഒരു സർക്കിൾ കിട്ടും. ഓക്കെ, സോ മക്കളെ ഇവിടെ ഞാൻ 3 സൈഡും എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് 3 സൈഡ് എടുക്കണമെന്ന് നിർബന്ധമില്ല. ABക്ക് നിങ്ങൾ പകുതിയിലധികം എടുക്കുക, എന്നിട്ട് ഞാൻ യെസ് BC എന്ന് പറയുന്ന സൈഡ് അതിന്റെ പകുതിയിലധികം എടുക്കുന്നു, മുകളിലും താഴെ ഞാൻ ആർക്ക് വരക്കുന്നു. ഏതൊക്കെ 2 സൈഡ് നിങ്ങൾ കണ്ടാൽ മതി. ഓക്കെ, 3 സൈഡ് ജസ്റ്റ് കണ്ടാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? എല്ലാ കൂട്ടിമുട്ടുന്ന ആ ലൈനും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, കൂട്ടിമുട്ടുന്ന 3 ആക്കും കൂട്ടിമുട്ടുന്ന ഒരു കോമൺ പോയിന്റ് ഉണ്ടാവും. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സർക്കം സെന്റർ എന്നല്ലേ? സോ അത് അവിടെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു സർക്കിൾ വരച്ചാൽ നിങ്ങൾക്ക് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെയും സർക്കിൾ കിട്ടും. സോ മക്കളെ ഇതോടുകൂടി മക്കളെ ഇതെല്ലാവർക്കും നിങ്ങൾക്ക് സെറ്റ് ആയെന്ന് വിചാരിക്കുന്നു. ഒരിക്കലും ഇത് പഠിക്കാതെ പോകരുത്. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ, നന്നായിട്ട് പഠിക്കണം. അപ്പോൾ നമ്മൾ ബ്രിഡ്ജ് മെറ്റീരിയലും സെറ്റാക്കി എന്തായാലും നിങ്ങൾ പഠിക്കണം. അറ്റ്ലീസ്റ്റ് ആ സർക്കിൾ നിർബന്ധമായിട്ടും പഠിക്കണം. അത് ഉറപ്പായിട്ട് ചോദിക്കും. പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ഇതിലുള്ള എല്ലാം നിങ്ങൾ പഠിക്കണം മക്കളെ. എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. സോ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, സോ അങ്ങനെയാണ് മാഷി വൈൻഡപ്പ് ചെയ്യാണ്. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ ബൈ.